അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയത് കള്ള സാക്ഷ്യം നിൽക്കുക അല്ലെങ്കിൽ കള്ളസത്യം ചെയ്യുക എന്നതിനെ സംബന്ധിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു വിഷയമാണെന്ത്? ഈ വിധി പറയുന്ന ഖാദി, അയാൾ വിധിക്കുന്ന വിധിയിൽ നീതി കാണിക്കാതിരിക്കുക എന്നുള്ള വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖുദാത്തു സലാസത്തുൻ, ഖാദിമാർ 3 വിഭാഗമാണ്. വിധി പറയുന്ന ആളുകൾ 3 വിഭാഗമാണ്. ഖാദിയാനി ഫിന്നാർ വ ഖാദിൻ ഫിൽ ജന്ന, അതിൽ 2 വിഭാഗം നരകത്തിലാണ്, 1 വിഭാഗം മാത്രമാണ് സ്വർഗത്തിൽ. എന്നിട്ട് പറയുന്നത്, വിശദീകരിക്കണം, റജുലുൻ ഖളാ ബിഗൈരിൽ ഹഖ് ഫഅലിമ ദാലിക ഫദാക ഫിന്നാർ, ഒരാൾ ഹക്കല്ലാത്തത് കൊണ്ട് വിധിച്ചു, അയാൾക്കറിയാം അത് ഹക്കല്ല എന്നുള്ളത്, എന്നിട്ടും അതുകൊണ്ട് വിധിച്ചു, അയാൾ നരകത്തിലാണ്. വഖാദിൻ ലാ യഅലം ഫഅഹ്ലക ഹുഖൂഖ അന്നാസി ഫഹുവ ഫിന്നാർ, രണ്ടാമത്തേത് അയാൾക്ക് അറിയില്ല, അത് ഹക്കല്ലായിരുന്നു എന്നറിയില്ല, പക്ഷെ അയാൾ എന്ത് ചെയ്തു? അറിയാതെ പ്രവർത്തിച്ച വിധി പറഞ്ഞ കാരണത്താൽ അയാൾ ഒരുപാട് ആളുകളുടെ ഹക്ക് നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ അയാളും ഫിന്നാർ, നരകത്തിലാണ്. വഖാദിൻ ഖളാ ബിൽ ഹഖ് ഫദാലിക ഫിൽ ജന്ന, മൂന്നാമത്തത് ഹക്ക് കൊണ്ട് വിധിക്കുന്ന ഖാദി, അയാളാണ് സ്വർഗത്തിൽ. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ, വിധി പറയുമ്പോൾ സൂക്ഷ്മത കാണിക്കാതിരിക്കുക എന്നുള്ളത് ഒരാളെ നരകത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്, വളരെയധികം ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ്, നിങ്ങൾക്കറിയുമെന്നറിയില്ല, ചരിത്രത്തിൽ പല മുൻഗാമികളും അവരെ ആ നാട്ടിലെ ഖാദിയാക്കി നിശ്ചയിക്കാൻ ഭരണാധികാരികൾ ക്ഷണിക്കുമ്പോൾ അവരാ ക്ഷണം സ്വീകരിക്കാറില്ല. ഒരുപാട് സംഭവങ്ങളുണ്ട് അങ്ങനത്തെ. അബൂ ഹനീഫ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഭരണാധികാരി ഖാദിയാകാൻ ക്ഷണിച്ച് അദ്ദേഹം ക്ഷണം സ്വീകരിച്ചില്ല. ആ ക്ഷണം സ്വീകരിക്കാത്തതിന് കാരണത്താൽ അദ്ദേഹത്തിന് പല പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് ഭരണാധികാരിയുടെ പക്കൽ. അതുപോലെ തന്നെ ഇമാം നവവി, അതുപോലെ സഅദി, അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് ഉലമാക്കളെ ഖാദിയാകാൻ ക്ഷണിക്കുമ്പോൾ അവരാ ക്ഷണം സ്വീകരിക്കാതിരിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. അത് പരമാവധി ശ്രദ്ധിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്ന ആളുകൾക്കല്ലാതെ അത് അപകടത്തിലേക്ക് എത്തിക്കുന്ന വളരെ ഗൗരവമുള്ള വിഷയമാണ്. പിന്നെ ഒരു വിഷയം അതുമായി ബന്ധപ്പെട്ട് വരുന്നത്, അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടല്ലാതെ വിധിക്കുക എന്നുള്ള വിഷയം. അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടല്ലാതെ വിധിക്കുക, അതിപ്പോൾ ഈ ഭരണാധികാരിയുടെ വിഷയം അല്ലെങ്കിൽ ഈ ഖാദിയുടെ വിഷയത്തിലൊക്കെ അങ്ങനെ തന്നെ. ഒരു വിഷയത്തിൽ അള്ളാഹു ഒരു കൃത്യമായ നിയമം നിശ്ചയിച്ചു, ആ നിയമം അറിഞ്ഞിട്ടും ആ വ്യക്തി എന്ത് ചെയ്യണം? ആ വിഷയത്തിൽ മറ്റൊരു നിയമം നടപ്പിലാക്കുകയാണ്, മറ്റൊരു നിയമം നടപ്പിലാക്കുകയാണ്. അത് എന്താ പറയുക, വൻപാപങ്ങളിൽപ്പെടുന്ന കാര്യമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടല്ലാതെ വിധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഖാദിയുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമല്ല. അത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പലപ്പോഴും വരും, സാമൂഹിക ജീവിതത്തിൽ വരും, പല നിലയ്ക്കും പല സാഹചര്യത്തിലും വരും, പല നിലയ്ക്കും പല സാഹചര്യത്തിലും വരും. ഇപ്പോൾ ഉദാഹരണത്തിന്, മുസ്ലിം നാടുകളിൽ, മുസ്ലിം ഭരണാധികാരികളുടെ കീഴിലുള്ള നാടുകളിൽ അവിടെ ബാങ്കിന് അനുമതി കൊടുക്കുന്നു, സിനിമാ തിയേറ്ററിന് അനുമതി കൊടുക്കുന്നു. അപ്പോൾ ആ ഭരണാധികാരി അള്ളാഹു അല്ലാത്ത അവതരിപ്പിച്ചത് കൊണ്ടല്ലാതെ വിധിക്കുകയാണ് എന്ന് പറയുന്ന അതേ ആളുകൾ തന്നെ അവർ സിനിമ കാണുന്നുണ്ടാവും, പലിശ വാങ്ങുന്നുണ്ടാവും, മറ്റുള്ള വൃത്തികേടുകളൊക്കെ ചെയ്യുന്നുണ്ടാവും.
എന്നുവെച്ചാൽ ഇവൻ എന്ത് കാരണം പറഞ്ഞാണോ അവരെ വിമർശിക്കുന്നത് അതേ പ്രശ്നം ഇവനിലുണ്ട്. ഇവൻ പറയുന്നതാ ആ ഭരണാധികാരി അതുകൊണ്ട് കാഫറാണ്, മുസ്ലിം അല്ല. ഇവൻ കാഫറാണോ സമ്മതിക്കോ? അതില്ല. അള്ളാഹു അല്ലാത്തതുകൊണ്ട് വിധിച്ചവനൊക്കെ കാഫറാവോ? ഇല്ല. ശ്രദ്ധിക്കണം. അത് ആളുകൾ ഇന്ന് വളരെയധികം തൽബീസ് ഉണ്ടാക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മസലയാണ്. അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടല്ലാതെ വിധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അസ്ലെന്നുള്ളത് വൻപാപമാണ്. അത് കുഫറിലേക്ക് എത്തുക എപ്പോഴാണെന്നറിയോ? അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടല്ലാതെ വിധിക്കുന്നത് അനുവദനീയമാണ് എന്ന് വിശ്വസിക്കുക. ഒന്നാമത്തെ രൂപം. ഒരാൾ വിശ്വസിക്കുകയാണ് അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടും വിധിക്കാം, അല്ലാത്തതുകൊണ്ടും വിധിക്കാം, ഇത് രണ്ടും പറ്റും എന്നൊരാൾ വിശ്വസിക്കുകയാണെങ്കിൽ അത് കുഫറാണ്, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യം. അതല്ലെങ്കിൽ ഒരാൾ പറയണം അള്ളാഹു അവതരിപ്പിച്ചതിനേക്കാൾ നല്ല വിധി മറ്റുള്ള ആളുകളുടെ വിധികളാണ്, മറ്റുള്ള ഭരണഘടനകളോ മറ്റുള്ള സംവിധാനങ്ങളൊക്കെയാണ്, നിയമസംഹിതകളാണ് അള്ളാഹു അവതരിപ്പിച്ച വിധിയേക്കാൾ നല്ലത് എന്നൊരാൾ വിശ്വസിക്കുകയാണെങ്കിൽ അതും കുഫറാണ്, അതും കുഫറാണ്. ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ, നിലപാടുകൾ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അത് കുഫറാവുക. എന്നാൽ ഒരാൾ എന്ത് ചെയ്യണം? അയാളുടെ കൂടെയുള്ള മന്ത്രിമാരെയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അയാൾക്കറിയാം ഇത് ഇങ്ങനെ വിധിക്കാൻ പാടില്ല, അള്ളാഹു അവതരിപ്പിച്ച വിധിയല്ല, ഇത് ഇങ്ങനെ വിധിക്കുന്നത് ശരിയല്ല, എനിക്ക് അനുവദിക്കപ്പെട്ട കാര്യമല്ല എന്നറിഞ്ഞിട്ടും ഭരണം പിടിച്ചു നിർത്താനോ മറ്റെന്തെങ്കിലും അവയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടല്ലാതെ വിധിച്ചാൽ അതുകൊണ്ട് അയാൾ കാഫറാവൂല, അതുകൊണ്ട് അയാൾ കാഫറാവുകയില്ല. അത് ശ്രദ്ധിക്കണം. എങ്ങനെ? അല്ല, അത് ഈ വിഷയമല്ലല്ലോ. അത് അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടല്ലാതെ വിധിക്കുക എന്ന് പറയുന്നത് അത് വേറെ വിഷയം. ഇത് സത്യം ചെയ്യുന്ന വിഷയം. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ മറ്റൊരു കാര്യം കൊണ്ട് സത്യം ചെയ്യുക എന്നുള്ള വിഷയം അത് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞിരുന്നു. അത് എന്താ പറയുക, ചെറിയ ശിർക്കിൽപ്പെടുന്ന കാര്യം. അള്ളാഹു അല്ലാത്തതിനെ കൊണ്ട് സത്യം ചെയ്യുക എന്നുള്ളത് ചെറിയ ശിർക്കിൽപ്പെടുന്ന കാര്യമാണ്. പിന്നെ അവിടെ ഉദ്ദേശിക്കപ്പെടുന്ന എന്താണെന്നുള്ളതൊക്കെ അത് പരിശോധിക്കണം, അത് വേറൊരു വിഷയമാണ്. പക്ഷെ അതും ഇതുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അതൊക്കെ ദീനിനെതിരാകുന്ന വിഷയങ്ങൾ. ഒരാൾക്ക് കുടുങ്ങിപ്പോവുക, നിവൃത്തിയില്ലാതാവുക, ഒരാളിപ്പോൾ എന്താ പറയുക, ദീനിൻ്റെ വിധിവിലക്കുകൾ നടപ്പിലാക്കാൻ സാധിക്കില്ല, ശരീഅത്തിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ ഹക്ക് കരസ്ഥമാക്കാൻ കഴിയില്ല. അവന് നഷ്ടപ്പെട്ടു പോകുന്ന ഹക്ക് തിരിച്ചു പിടിക്കാൻ കോടതിയെ സമീപിക്കുന്ന ഒരാൾ, അയാൾക്കതല്ലാതെ വേറെ നിവൃത്തിയില്ല. എന്നുവെച്ചാൽ നമ്മൾ പറഞ്ഞു, ഈ ഒരാൾ നിവൃത്തിയില്ലാതെ അതിൽ കുടുങ്ങിപ്പോവുക, വേറൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അതിനെ സമീപിക്കേണ്ടി വരിക, അതൊന്നും കുറ്റം കിട്ടുന്ന കാര്യമല്ല. പക്ഷെ ഒരാൾക്ക് എന്തുണ്ട്? കൃത്യമായി ദീനിൻ്റെ വിധിക്കനുസരിച്ച് വിധിക്കുന്ന സംവിധാനമുണ്ട്, ഒരു സിസ്റ്റമുണ്ട്, ഒരു ഭരണ സംവിധാനമുണ്ട്. ആ ഭരണം അതുപോലെയാണ്, അതേപോലെ തന്നെ അതേ അളവ് എന്നുവെച്ചാൽ ഇത് അനുവദനീയമാണെന്നുള്ളത് പോലെ തന്നെ മറ്റേതും അനുവദനീയമാണ് എന്ന വിശ്വാസത്തോടു കൂടി അതിനെ സമീപിക്കുക. അല്ലെങ്കിൽ ഇതിനേക്കാൾ, അള്ളാഹു അവതരിപ്പിച്ചതിനേക്കാൾ മികച്ചതാണിത് എന്ന രൂപത്തിൽ അതിനെ സമീപിക്കുക. അതൊക്കെയാണ് കുഫറാകുന്ന ഇനം. അതല്ലാതെ ഒരാൾ സമീപിച്ച്, ഒരാൾ ദറൂറത്തുമല്ല, ഈ വിശ്വാസം ഇതൊന്നും ഇല്ലാതെ തന്നെ സമീപിച്ചാൽ അത് ഈ പറഞ്ഞ പോലെ വൻപാപത്തിൽപ്പെടുന്ന കാര്യമാണ്. ഉദാഹരണത്തിന്, പല നാടുകളിലും കൃത്യമായി ഈ ഖാദി സിസ്റ്റമുള്ള പല നാടുകളും ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്, ഇന്ത്യയിലൊക്കെ ഉണ്ട്. അവിടെ പറഞ്ഞാൽ എന്തെങ്കിലും ഇസ്ലാമികപരമായി മതപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ദീനീപരമായിട്ട് ശരീഅത്തിൻ്റെ നിയമങ്ങൾക്ക് അടിസ്ഥാനത്തിൽ, ഇപ്പോൾ സ്വത്ത് തർക്കം, അനന്തരാവകാശ സ്വത്ത് തർക്കം, അത് ഇസ്ലാമികപരമായിട്ട് അവിടെ വീതം വെക്കപ്പെടും. അപ്പോൾ ഒരാൾക്ക് വിശ്വാസമൊന്നുമില്ല,
ദീനിൻ്റെ വിധിയേക്കാൾ മികച്ചതാണത്, അല്ലെങ്കിൽ ദീനിനെ പോലെ അതും അനുവദനീയമാണ്, ഒരാൾ വിശ്വസിക്കുന്നുമില്ല. പക്ഷേ ഒരാൾ എന്ത് ചെയ്യണം, എനിക്ക് കൂടുതൽ കിട്ടണം. ഒരു സ്ത്രീ വിചാരിക്കുകയാണ് എനിക്ക് തുല്യമായിട്ടുള്ള, അവന് ആണുങ്ങൾ കിട്ടിയ പോലെ എനിക്കും കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ആ സ്ത്രീ കോടതിയെ സമീപിക്കുകയാണെന്ന് വിചാരിക്കും. അത് കുഫറാവൂല, അത് ഈ പറഞ്ഞ പോലെ വൻപാപമാണാവുക. അത് ഈ പറഞ്ഞ പോലെ വൻപാപമാണ് ആവുക. അപ്പം അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടല്ലാതെ വിധിക്കുക എന്നുള്ളതിൻ്റെ അസ്ല് വൻപാപമാണ്. അത് ഈ പറഞ്ഞ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മളതിനെ സമീപിക്കുമ്പോൾ അത് കുഫറിലേക്ക് എത്തും എന്ന് മാത്രം. പിന്നെയുള്ള വിഷയം എന്നുള്ളത് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുക എന്നുള്ള വിഷയമാണ്. അത് വളരെയധികം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ പടപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും അധികം നമുക്ക് ബാധ്യത വരുന്നത് മാതാപിതാക്കളാണ്. അതുകൊണ്ടാണ് ധാരാളം സ്ഥലങ്ങളിൽ ഖുർആന്റെ ആയത്തുകളിലാണെങ്കിലും ഹദീസുകളിലാണെങ്കിലും തൗഹീദിനെ പറ്റി പറഞ്ഞ് തൊട്ടടുത്ത കാര്യമായിട്ട് പറയാം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നായിരിക്കും. ഷിർക്കിനെ പറ്റി പറഞ്ഞ് തൊട്ടടുത്ത് പറയാം മാതാപിതാക്കൾക്ക് പ്രയാസപ്പെടുത്തുന്നതായിരിക്കും. ഒന്ന് റബ്ബിനോടുള്ള ഏറ്റവും വലിയ കടമ, മറ്റത് പടപ്പുകളിൽ ഏറ്റവും നമുക്ക് ഒന്നാമത് പൂർത്തീകരിക്കേണ്ട കടമ. അപ്പം അത് വളരെയധികം പേടിക്കേണ്ട വിഷയമാണ്, വളരെയധികം പേടിക്കേണ്ട വിഷയം. ഒരുപാട് ഹദീസുകൾ കാണാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ, ലാ യദ്ഖുലുൽ ജന്നത ആഖുൻ, മാതാപിതാക്കൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ആൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ധാരാളം ഹദീസുകളുണ്ട്. നമുക്കൊക്കെ അറിയുന്ന ഹദീസ്, നമ്മൾ റമദാനിൽ ധാരാളം കേട്ടിട്ടുള്ളൊരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറുമ്പോൾ ഓരോ സ്റ്റെപ്പിൽ കാല് വയ്ക്കുമ്പോഴും ആമീൻ 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 എന്ന് പറഞ്ഞത്. അപ്പോൾ സഹാബത്ത് ഇത് കേട്ടു. സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾ എന്തിനാണ് ഈ ആമീൻ? നമ്മൾ സാധാരണ ആമീൻ പറയപ്പെടാം ദുആ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, താങ്കൾ എന്തിനാണ് റസൂലെ ആമീൻ എന്ന് പറഞ്ഞ 3 പ്രാവശ്യം എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എൻ്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വരികയും 3 പ്രാർത്ഥനകൾ ഞാൻ കേൾക്കെ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനകൾ അതിലെന്നോട് ആമീൻ പറയാൻ കൽപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നെന്താണെന്നറിയോ? റജുലുൻ അദ്റക അബവൈഹി ഔ അഹദഹുമാ ഫലം യുദ്ഖിലാഹുൽ ജന്ന, ഒരാൾക്ക് തൻ്റെ മാതാപിതാക്കളെ 2 പേരെയോ അല്ലെങ്കിൽ ഒരാളെയോ വയസ്സായി പ്രായമായിട്ട് അവന് കിട്ടുകയാണ്, എന്നിട്ടും അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ അവൻ തുലഞ്ഞു പോകട്ടെ, റഗീമ അൻഫു, അവൻ നിന്ദ്യനായിത്തീരട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുകയും ചെയ്യാം. എന്നുവെച്ചാൽ ഒരാൾക്ക് ഏറ്റവും എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു വഴിയാണ് പ്രായമായ മാതാപിതാക്കളെ പരിചരിക്കാമെന്ന്, അവർക്ക് ഹിദ്മത്ത് ചെയ്തു കൊടുക്കാമെന്ന്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ പ്രായമായി കഴിഞ്ഞാൽ തട്ടിക്കളിക്കുകയാണ്. നീ നോക്കടാ, ഞാൻ നോക്കിയില്ലേ, ഞാൻ ഇത്ര ദിവസം നോക്കി, പിന്നെ നിനക്കെന്ത് ഇത്ര ദിവസം നോക്കിയാൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, മാതാപിതാക്കളിട്ട് തട്ടിക്കളിക്കുക. അവസാനം ഇവർക്ക് മനം മുട്ടിയിട്ട് ഇവർ തന്നെ വെറുതെ സാധനത്തിന് പോകുന്ന ആളുകളുണ്ട്. മക്കൾ ഇങ്ങനെ തട്ടിക്കളിക്കുന്നത് കണ്ടിട്ട് കണ്ടു നിൽക്കാൻ സഹിക്കാതെ അവരായി തന്നെ നാട് വിട്ട് വെറുതെ സദനങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലും പോയി നിൽക്കുന്ന ആളുകൾ, മാതാപിതാക്കളുണ്ട്. അപ്പം അതൊക്കെ വലിയ നഷ്ടമാണ്, അത് അങ്ങേയറ്റത്തെ മോശത്തരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന പോലെ അവൻ നിന്ദ്യനായിത്തീരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ മാതാപിതാക്കൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യവും എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നറിയോ? തൻ്റെ മാതാപിതാക്കളെ ശപിക്കുന്നവൻ, ചീത്ത പറയുന്നവനെ അള്ളാഹു ശപിക്കട്ടെ. സ്വഹാബത്ത് അത്ഭുതത്തോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, സ്വന്തം മാതാപിതാക്കളെ ആരെങ്കിലും ശപിക്കുമോ? ആരെങ്കിലും ചീത്ത പറയും? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണെന്നറിയോ? ഒരാൾ മറ്റൊരാളുടെ ഉപ്പയെ അല്ലെങ്കിൽ ഉമ്മയെ, മാതാപിതാക്കളെ ശപിക്കുക, അപ്പം അയാൾ തിരിച്ചെന്ത് ചെയ്യണം? പ്രതികാരം എന്നുള്ള നിലയ്ക്ക് ഈ പറഞ്ഞവൻ്റെ മാതാപിതാക്കളെ തിരിച്ച് ശപിക്കണം. അങ്ങനെ പോലും നമ്മൾ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം? പഠിപ്പിച്ചത്. അങ്ങനെ പോലും നമ്മൾ മാതാപിതാക്കളെ ഒരു ശാപം കേൾപ്പിക്കാൻ പറ്റില്ല, അവരെ പ്രയാസപ്പെടുത്താൻ നമുക്ക് പറ്റില്ലാത്തതാണ്. പിന്നെ അതേപോലെ തന്നെ അതുമായി ചേർത്തി പറയേണ്ട മറ്റൊരു വിഷയമാണ് കുടുംബ ബന്ധം മുറിക്കുക എന്നുള്ളത്. കുടുംബ ബന്ധം മുറിക്കുക എന്നുള്ളത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കുടുംബ ബന്ധം എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എന്ത് ചെയ്തു സംസാരിക്കുന്ന ഒരു രംഗം ഹദീസിലുണ്ട്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധത്തിനോട് പറയാണ്, അലാ തർളൈന അൻ അസില മൻ വസലക്കി വ അഖ്തഅ മൻ ഖതഅക്. നിന്നെ ചേർക്കുന്നവരെ ഞാനും ചേർക്കും, നിന്നെ മുറിക്കുന്നവരെ ഞാനും മുറിക്കും എന്നുള്ളത് നിനക്ക് തൃപ്തിയാവുമോ? ആ ഒരു സ്ഥാനം നിനക്ക് തൃപ്തികരമാകുമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധത്തോട് ചോദിക്കും. കുടുംബ ബന്ധം എന്തു പറയും? ബലാ യാ റബ്ബ്, അത് മതി, എനിക്കത് തൃപ്തികരമാണ് എന്ന് പറഞ്ഞു. വെച്ചാൽ കുടുംബ ബന്ധം ചേർക്കുന്നവൻ അള്ളാഹുവും ചേർക്കും, കുടുംബ ബന്ധം മുറിക്കുന്നവൻ അള്ളാഹുവും മുറിച്ച് കളയും എന്ന് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. അള്ളാഹു ചേർക്കുമെന്ന് പറഞ്ഞാൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴികൾ എളുപ്പമാക്കി കൊടുക്കും. അള്ളാഹു മുറിച്ച് കളയെന്ന് പറഞ്ഞാൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? കുടുസുള്ളതാക്കി കൊടുക്കും. ഹദീസിൽ കാണാം, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ നാം നേരത്തെ പറഞ്ഞ ഹദീസ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കൊടുക്കാൻ ഏറ്റവും അർഹതപ്പെട്ട തിന്മകളിൽ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ നേരത്തെ പറഞ്ഞു, ഭരണാധികാരിക്കെതിരെ വിപ്ലവം നടത്താം. രണ്ടാമത്തത് കുടുംബ ബന്ധം മുറിക്കാമല്ലോ. അത് പരലോകത്ത് കിട്ടുന്ന ശിക്ഷയ്ക്ക് പുറമേ ദുനിയാവിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ശിക്ഷ വേഗത്തിലാക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ കുടുംബ ബന്ധം ഉള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം പല ആളുകൾക്കും കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് തെറ്റായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളൂ. അതായത് പലരും കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കാണാൻ വരുന്ന ആളുകളെ അങ്ങോട്ട് കാണാൻ പോവാം, ഇങ്ങോട്ട് കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കുന്നവരെ അങ്ങോട്ടും കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കുക, ഇങ്ങോട്ട് സഹായിക്കുന്നവരെ അങ്ങോട്ട് സഹായിക്കേണ്ട ഘട്ടം വരുമ്പോൾ അങ്ങോട്ട് സഹായിക്കുക. നമ്മൾ ശ്രദ്ധിക്കണം, ഇങ്ങോട്ട് പകരം ഇങ്ങോട്ട് തരുന്നവർക്ക് അങ്ങോട്ട് കൊടുക്കുക, ഇതെല്ലാം കുടുംബം ബന്ധം ചേർക്കുക. അതെല്ലാവർക്കും പറ്റും, ഈമാനുള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ സാധിക്കുന്ന കാര്യം. കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് കൊണ്ട് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇങ്ങോട്ട് കടന്നു വരാത്ത സന്ദർശിക്കാത്തവരെയും അങ്ങോട്ട് പോയി സന്ദർശിക്കുക, ഇങ്ങോട്ട് കാര്യങ്ങൾ അന്വേഷിക്കാത്തവരെയും അവിടേക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുക, ഇങ്ങോട്ട് സഹായിക്കാത്തവരെയും അങ്ങോട്ട് സഹായിക്കാൻ പറ്റുമ്പോൾ സഹായിക്കുക. അതാണ് കുടുംബം ബന്ധം ചേർക്കുക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുടുംബ ബന്ധം പറയുമ്പോൾ ആദർശമുള്ളവരും ഇല്ലാത്തവരൊക്കെ നമ്മുടെ ബന്ധം, അതായത് നമ്മുടെ ഉപ്പ വഴിക്കുള്ള ബന്ധം, ഉമ്മ വഴിക്കുള്ള ബന്ധം, അതുപോലെ തന്നെ ഭാര്യ വഴിക്കുള്ള ബന്ധം, ഇങ്ങനെ പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ടാവും. നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ, അതായത് ഹറാമാകാത്തിടത്തോളം നമ്മൾ എന്ത് ചെയ്യുക? സഹകരിക്കാൻ പറ്റുന്നിടത്തോളം കാര്യങ്ങൾ സഹകരിക്കുക, സഹായിക്കാൻ പറ്റുന്നിടത്തോളം സഹായിക്കുക. നമ്മൾ എന്താ പറയുക, സാമ്പത്തികമായി നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി സന്ദർശിക്കുക. അങ്ങനെ എല്ലാ നിലയ്ക്കും നമ്മൾ എന്ത് ചെയ്യുക? ആദർശമില്ലാത്ത ബന്ധുമിത്രാദികളാണെങ്കിൽ കൂടെ നമുക്കതിൻ്റെ ഒരു എന്താ പ്രയാസം ഉണ്ടാവും, ആദർശമില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. എങ്കിൽ കൂടെ കുടുംബ ബന്ധം നമ്മളൊരിക്കലും പരമാവധി നഷ്ടപ്പെടുത്താതിരിക്കാൻ, ആ ഒരു ബന്ധം നിലനിർത്താൻ ആകുന്ന ഏറ്റവും മിനിമം ലെവലിലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കുക, ഇടയ്ക്ക് പോയി സന്ദർശിക്കുക, എന്തെങ്കിലും സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക. അങ്ങനെ പറ്റുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്യാൻ പറ്റുന്നത് പോലെ ചെയ്തു. എങ്ങനെ ഹജർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. ഹജർ ചെയ്യുക, പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഹജർ എന്നുള്ളത് എന്തെങ്കിലും അതുമായിട്ടൊരു
ഒരു ഗുണമുണ്ടാകുമ്പോഴാണ്. ഒന്നുകിൽ നമുക്ക് ഗുണം വേണം, അല്ലെങ്കിൽ ആ ചെയ്യപ്പെടുന്ന ആൾക്ക് ഗുണം വേണം. ഇപ്പോൾ ഒരു ബിദഅത്തിന്റെ നേതാവ് എല്ലാ ശുബഹത്തും തൽബീസുകളും അറിയുന്ന പഠിച്ചിട്ടുള്ള ഒരാൾ, അയാളെ നമ്മൾ ഹജ്ർ ചെയ്യാൻ നിർബന്ധമാണ്. കാരണം എന്താ? അല്ലെങ്കിൽ നമ്മുടെ ദീനത് ബാധിക്കും. നമ്മുടെ ദീനിന് ഇത് ഒന്നും, ഒരു ബിദഅത്ത് ഒന്നും അറിയില്ല, ഏതോ ഒരു പള്ളിയിൽ പോകുന്നു അങ്ങനെ വരുന്നു എന്നുള്ളതല്ലാതെ ഒരു ബിദഅത്തുമായിട്ട് പ്രത്യേകിച്ചൊരു ബന്ധമൊന്നുമില്ല. എപ്പോഴേക്കോ എന്തൊക്കെയോ നാട്ടുകാർ ചെയ്യുന്നതിനൊപ്പം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കും മിക്ക കുടുംബക്കാരുണ്ടാവും. അവരെ നമ്മൾ ഹജ്ർ ചെയ്യുന്നതിൽ പ്രത്യേകിച്ചൊരു കാര്യമില്ല. മനസ്സിലായോ? അവരെ നമ്മൾ പരമാവധി അടുത്തിടപഴകാണ് വേണ്ടത്. ആ ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്ന് മാറി നിൽക്കണം. അവരെന്തെങ്കിലും ബിദഅത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സഹകരിക്കാതെ മാറി നിൽക്കണം. അവരൊരു ഹറാമ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കൂട്ടുകൂടാതെ മാറി നിൽക്കണം. അതല്ലാത്ത കാര്യങ്ങളിലൊക്കെ നമ്മളവർ അവർക്ക് ബോധ്യപ്പെടണം, ഇത് ദീനിൽ പാടില്ലാത്തത് കൊണ്ടാണ് ഇവൻ ഈ കാര്യത്തിന് സഹകരിക്കാത്തത്, അല്ലെങ്കിൽ അവൻ എല്ലാത്തിലും നമ്മുടെ കൂടെ ഉണ്ടാവുന്നതാണല്ലോ എന്ന് അവർക്ക് തോന്നണം. ഇത് നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ ഉണ്ടാവില്ല അവരുടെ ഒരു വിഷയത്തിൽ. അങ്ങനെ ആവുമ്പോൾ അത് അവർക്ക് പ്രയാസം ഉണ്ടാക്കും. അവർക്ക് ദീനിൻ്റെ എന്താ പറയുക, വിശാലത ചിലപ്പോൾ ബോധ്യപ്പെടണമെന്നില്ല. ഒന്നുകിൽ നമുക്ക് ഗുണം വേണം ഹജ്ർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഗുണം വേണം. അവർക്ക് ഗുണം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവർ വിട്ടു നിന്നതുകൊണ്ട് അവർക്ക് പ്രയാസം ഉണ്ടാകണം. ഞാൻ ഈ ബിദഅത്ത് ചെയ്യുന്നതുകൊണ്ടാണല്ലോ അവൻ നമ്മുടെ അതിൽ കൂടാത്തത് എന്നൊരു പ്രയാസം അവർക്ക് ഉണ്ടാവുന്നില്ല. രണ്ടും ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മൾ ഹജ്ർ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മനസ്സിലായോ? ഇതിലേതെങ്കിലും ഒരു ഗുണം ഒന്നുകിൽ നമുക്കോ അല്ലെങ്കിൽ അവർക്കോ ഉണ്ടാകുമ്പോഴാണ് ഹജ്ർ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതല്ലെങ്കിൽ നമ്മൾ നല്ല രൂപത്തിൽ അവരോട് ഇടപഴകുക, തിന്മകളോട് സഹകരിക്കാതിരിക്കുക, നന്മയിൽ മാത്രം സഹകരിക്കുക, പരമാവധി നല്ല രൂപത്തിൽ അവരോട് ഇടപഴകുക. പങ്കെടുക്കാതിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, അവിടെ നമ്മൾ ഒരു ഹറാമ് വിട്ടു നിന്നതുകൊണ്ട് കുടുംബക്കാർക്ക് നമ്മളോട് വെറുപ്പുണ്ടായി. കുടുംബക്കാരിപ്പോൾ സ്വന്തം സഹോദരൻ തന്നെ അവൻ്റെ മകളുടെ വിവാഹം വളരെ മോശപ്പെട്ട രൂപത്തിൽ മ്യൂസിക്കും എല്ലാ ഫ്രീ മിക്സിങ്ങും ഒക്കെ ഉള്ളൊരു വിവാഹം നടത്തിയെന്ന് വിചാരിക്കും. നമ്മൾ അവിടെ നിന്ന് വിട്ടു നിൽക്കുകയാണ് വേണ്ടത്, മാറി നിൽക്കുകയാണ് വേണ്ടത്. അപ്പം അങ്ങനെ മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അകൽച്ചകൾ അതിന് നമ്മൾ കുറ്റക്കാരല്ല. അത് ഈ പറഞ്ഞ വൻപാപത്തിൽ ഉൾപ്പെടുന്നതല്ല. ഷിർക്ക്, ബിദ്അത്തുകൾ, മറ്റുള്ള ഹറാമുകൾ, ഇതിനോടൊന്നും സഹകരിക്കരുത്. എന്നാൽ ബാക്കിയുള്ളതിനൊക്കെ നാം സഹകരിക്കാൻ പറ്റുന്നതിനൊക്കെ സഹകരിക്കുമാണ്. കഴിയുന്നിടത്തോളം, കഴിവുള്ളവർക്ക്. അല്ല, അതൊക്കെ പെടുന്ന തന്നെയാണ്. അപ്പോൾ ഈ ഒരു വിഷയം, കുടുംബ ബന്ധത്തിൻ്റെ വിഷയം വളരെയധികം ശ്രദ്ധിക്കുക. അത് നിസ്കാരം സ്വഹിയാവൂല. ഖബറുള്ള പള്ളിയിൽ നിസ്കരിച്ചാൽ അത് രണ്ടിനെയും വേർതിരിക്കുന്ന രണ്ട് വ്യത്യസ്ത ബൗണ്ടറികളുമാണ്, രണ്ട് അതിർത്തികളുമാണ്. രണ്ട് അതിരുകൾ രണ്ടിനും ഇല്ലാത്തിടത്തോളം അത് നിസ്കാരം സ്വഹിയാവുകയില്ല. എങ്ങനെ? ഇല്ലല്ല, മയ്യത്ത് നിസ്കരിക്കാൻ പറ്റും, അതല്ലാത്ത നിസ്കാരങ്ങൾ ശരിയാവുകയില്ല. പറ്റൂല. രണ്ടിനും രണ്ട് ബൗണ്ടറി വേണം. അത് അത് രണ്ട് മതിൽ തന്നെ ആവണമെന്നില്ല. എന്തെങ്കിലും രണ്ട് കാര്യങ്ങൾ കൊണ്ട് വേർതിരിക്കപ്പെടണം. അതായത് രണ്ട് അതിരുണ്ടായാൽ മതി. നമ്മള്
അത് രണ്ട് അതിർത്തി രണ്ടും രണ്ടായും വേർതിരിഞ്ഞ അവസ്ഥ ഉണ്ടായാൽ മതി. അല്ല, അത് രണ്ടും രണ്ടായി തന്നെ നിൽക്കണം, മൊത്തം വേണം. രണ്ട് ബൗണ്ടറി ഉണ്ടായാൽ മതി, രണ്ട് അതിരുണ്ടായാൽ മതി. ചുമര് കെട്ടണം എന്നൊന്നുമില്ല. രണ്ട് അതിർത്തി, രണ്ടിനും രണ്ടിൻ്റെതായ അതിർത്തി ഉണ്ടായാൽ മതി. രണ്ടും വേർതിരിക്കപ്പെടണം. അങ്ങനെ എല്ലാമല്ല, ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ ഇത്തരം വിഷയങ്ങൾ പരാമർശിക്കപ്പെടാറുണ്ട്. ഖദറിനെ നിഷേധിക്കുന്ന, അതായത് കുട്ടികൾക്ക് അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകൾക്ക് എനർജി കിട്ടാൻ, ഊർജം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാറുണ്ട്, ഈ ഖദറിനെ അതിനെ ഒന്നും അല്ലാതാക്കുന്ന, അല്ലെങ്കിൽ അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്ന് വരുത്തി തീർക്കുന്ന സംസാരങ്ങൾ, അത് മുസ്ലിം നാമധാരികൾക്കിടയിൽ പോലും ഉണ്ടായിട്ടുണ്ട് വ്യാപകമായിട്ട്. അത് എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. കൗൺസിലിങ്ങൾ, മറ്റു കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ അതിൻ്റെ ഭാഗമാണ്, ഈ മോട്ടിവേഷൻ്റെ ഭാഗമാണ്. നിനക്ക് സെൽഫ് കോൺഫിഡൻസ് വേണം, നിനക്ക് നിന്നിലൊരു ആത്മവിശ്വാസം, അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന തെറ്റായ പ്രവണതകളാണ്. നമ്മൾ സബബുകൾ, റബ്ബ് അനുവദിച്ച സബബുകൾ സ്വീകരിക്കുകയും നമ്മുടെ കോൺഫിഡൻസ് റബ്ബിലാണ്, റബ്ബ് അത് പൂർത്തീകരിച്ചു തരുന്നതാണ് നമ്മുടെ കോൺഫിഡൻസ്. അത് ശ്രദ്ധിക്കണം, അത് തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, മറ്റടുത്ത വൻപാപം എന്നുള്ളത് അയൽക്കാരനെ പ്രയാസപ്പെടുത്താമെന്നുള്ളതാണ്. അയൽക്കാരനെ പ്രയാസപ്പെടുത്താമെന്ന്, ബുദ്ധിമുട്ടിക്കുക. അത് പലതരത്തിലുണ്ട്. ഇപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ പല രൂപത്തിൽ, ഇപ്പോൾ ഉറക്കം മ്യൂസിക് വെച്ച് പ്രയാസപ്പെടുത്തുന്ന ആളുകൾ, പടക്കം പൊട്ടിച്ചിട്ട് തൊട്ടടുത്തുള്ള വീട്ടിലെ കുട്ടികളെ പേടിപ്പിക്കുന്ന ആളുകൾ, പലതരത്തിലുണ്ട്. വേസ്റ്റുകൾ തൊട്ടടുത്തുള്ള ആളുടെ പറമ്പിലേക്ക് ഇടുന്നത്, പല രൂപത്തിലുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ അയൽക്കാരന് നമ്മളെ കൊണ്ട് പ്രയാസമുണ്ടാവുക എന്നുള്ളത് വളരെ ശക്തമായ നിലയ്ക്ക് വിമർശിച്ചിട്ടുള്ള വിഷയമാണ്. വിശ്വാസം ഒരിക്കൽ പറയണം, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. അള്ളാഹുവാണ് സത്യം, അവൻ ഈമാനുള്ളവനാവൂല. അള്ളാഹുവാണ് സത്യം, അവൻ ഈമാനുള്ളവനാവൂല. അള്ളാഹുവാണ് സത്യം, അവൻ ഈമാനുള്ളവനാവൂല എന്ന് പറയണം. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കണം, ആരാണ് റസൂലേ? അവന് വിശ്വാസം, മല്ലാ യഅ്മനു ജാറുഹു ബവാഇഖഹു. ഒരാളിൽ നിന്ന് അവൻ്റെ അയൽക്കാരൻ അവൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് സുരക്ഷിതനായി, അവൻ നിർഭയനല്ല, എപ്പോഴും എന്തുണ്ടാവാം എന്ന് നമ്മളെപ്പറ്റി നമ്മുടെ അയൽക്കാരൻ പേടിച്ച് കഴിയാണ്. നമ്മുടെ ഷെറിനെ പേടിച്ചിട്ട് നമ്മുടെ അയൽക്കാരൻ കഴിയാണ്, നമ്മുടെ ഉപദ്രവം പേടിച്ചിട്ട്. അങ്ങനെ നമ്മുടെ ഉപദ്രവത്തിൽ നിന്ന് നമ്മുടെ അയൽക്കാരൻ നിർഭയനല്ലെങ്കിൽ നമ്മുടെ ഈമാൻ ശരിയായിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് അള്ളാഹുവിന് സത്യം ചെയ്തുകൊണ്ട് പറയാം. അതേപോലെ തന്നെ ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ രണ്ട് സ്ത്രീകളെ പറ്റി സംസാരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ ഒരു സ്ത്രീയെ പറ്റി സംസാരിക്കുമ്പോൾ കുറേ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്, രാത്രി നിസ്കരിക്കുന്നുണ്ട്, ഒരുപാട് സുന്നത്ത് നോമ്പെടുക്കുന്നുണ്ട്, അങ്ങനെയാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അവളുടെ ഒരു പ്രശ്നമുണ്ട്, എന്താ വെച്ചാൽ അവളുടെ അയൽക്കാരി അവളെ കൊണ്ട് ഇല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം വിശ്വാസം പറഞ്ഞു, ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, ധാരാളം ഇബാദത്തുകൾ അധികരിപ്പിക്കുന്ന പെണ്ണിനെ പറ്റി പറഞ്ഞപ്പോൾ
അവൾ അയൽക്കാരിക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വിശ്വാസം പറഞ്ഞത് ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണെന്ന് പറഞ്ഞു. വളരെ ഗൗരവമുള്ള വിഷയമാണ് അയൽക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളത്. വിശ്വാസം പഠിപ്പിച്ചെന്നല്ല ഐ യസ്രിഖ റജുലു മിൻ അശറത്തി അബിയാത്തിൻ ഐസറു അലൈഹി മിൻ ഐ യസ്രിഖ മിൻ ജാരിഹി. 10 വീടുകളിൽ നിന്ന് മോഷ്ടിക്കുന്നതാണ് സ്വന്തം അയൽക്കാരൻ്റെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നതിനേക്കാൾ അവന് നല്ലത്. എന്നുവെച്ചാൽ വേറെ ഏതൊക്കെയോ 10 വീടുകളിൽ നിന്ന് മോഷ്ടിച്ചാൽ ഉണ്ടാവുന്ന കുറ്റം, അതിനേക്കാൾ കുറ്റം അയൽക്കാരൻ്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചാൽ ഉണ്ടാവും. മോഷണം എന്നുള്ളത് രണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞു വൻപാപം തന്നെ. പക്ഷേ വേറെ മറ്റ് വീടുകളിൽ നിന്ന് 10 വീടുകളിൽ നിന്ന് മോഷ്ടിച്ചാൽ കിട്ടുന്ന കുറ്റത്തിനേക്കാളും അയൽക്കാരൻ്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചാലുണ്ടാവും. അത് ഓരോ സാഹചര്യത്തിൽ ഓരോ അവസ്ഥയാണ്. ചിലപ്പോൾ ഫ്ലാറ്റുകളൊക്കെ ആകുമ്പോൾ ഒരു തരമാണ്, ഇപ്പോൾ നാട്ടിൻ പുറമാകുമ്പോൾ ഓരോന്നും ഓരോ തരമാണ്. അതിങ്ങനെ പൊതുവെ പറയുന്നതാണ്, നമുക്കതൊരു കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ചിലപ്പോൾ 40 വീട് പറയുമ്പോൾ ചെറിയൊരളവിലുണ്ടാവും, ചെറിയൊരു കിലോമീറ്റർക്കുള്ളിൽ 40 വീടുണ്ടാവും. ഒരു ഫ്ലാറ്റാണെങ്കിൽ 1 കിലോമീറ്റർ നടക്കാൻ പോലും ഉണ്ടാവില്ല 40 വീടുകൾക്കിടയിൽ. പക്ഷെ വേറെ സ്ഥലങ്ങളിലാണെങ്കിൽ 40 വീട് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വലിയൊരു പരിധി വരും. അത് നമുക്കത് അങ്ങനെ കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ കഴിയില്ല. നമുക്കേറ്റവും തൊട്ടടുത്തുള്ള ആളുകൾ, അതാണ് അയൽക്കാരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുക എന്ന് അതെന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ കാരണം അവർക്ക് അത്രയും എന്തുണ്ട്, പ്രാധാന്യം ദീനുൽ ഇസ്ലാമുണ്ട്. അയൽക്കാർക്ക് അത്രയും വലിയ പ്രാധാന്യം ദീനുൽ ഇസ്ലാമിലുണ്ട്. അതുപോലെ തന്നെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അവ്വലു ഖസ്മൈനി യൗമൽ ഖിയാമത്തി ജാറാനി. ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ തർക്കവുമായിട്ട് തമ്മിൽ തീർപ്പ് കൽപ്പിക്കാൻ റബ്ബ് സുബ്ഹാനഹു അടുക്കൽ ആദ്യം കൊണ്ടുവരിക 2 അയൽക്കാരെയാണ്. 2 അയൽക്കാരെയാണ്. അത് വളരെ പേടിക്കേണ്ട വിഷയമാണ്. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മൾ നേരത്തെ പറഞ്ഞു, പടപ്പുകൾ തമ്മിലുള്ള വിഷയങ്ങൾ അത് പടപ്പുകൾ പൊരുത്തപ്പെട്ടാലല്ലാതെ റബ്ബ് അത് വിട്ടുതരൂല. റബ്ബ് സുബ്ഹാനഹു വതആല അത് വിട്ടുതരികയില്ല. പിന്നെ അടുത്ത വിഷയം എന്നുള്ളത് ഞാൻ ചുരുക്കി പറയാണ്, ഗീബത്ത് എന്നുള്ളതാണ്. ഗീബത്ത് പറഞ്ഞാൽ മലയാളത്തിൽ പരദൂഷണം എന്ന് പറയാം. അത് ശ്രദ്ധിക്കണം. പണ്ഡിതന്മാർ സൂചിപ്പിക്കാറുണ്ട്, സ്വാലിഹീങ്ങൾക്കിടയിൽ, നല്ല ആളുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ വ്യാപകമായി നിൽക്കുന്ന വൻപാപമാണ്. ബാക്കിയുള്ള തിന്മകൾ സംഭവിക്കാറുണ്ട്, ചെറുപാപങ്ങളൊക്കെ എല്ലാ മനുഷ്യന്മാർക്കും പറ്റും. പക്ഷെ വൻപാപങ്ങളുടെ കൂട്ടത്തിൽ നല്ല ആളുകൾക്കിടയിൽ ഏറ്റവും അധികം വ്യാപിക്കാൻ വ്യാപിച്ചിട്ടുള്ള തിന്മയാണ് ഏത്? ഗീബത്ത് എന്നുള്ളത്. ഗീബത്തിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഗീബത്ത് എന്നുള്ളത് ഉള്ളത് പറഞ്ഞാലാണ് ഗീബത്ത്. ഉള്ള കാര്യം ഇല്ലാത്തത് പറയലൊന്നല്ല. ഇല്ലാത്തത് പറയൽ കളവ് ആരോപിക്കൽ, അത് വേറൊരു കുറ്റമാണ്. അതിനേക്കാളും വലിയ വൻപാപ തിന്മയാണ്. ഗീബത്ത് എന്നുള്ളത് നമ്മുടെ മനസ്സ് അതിനെ ന്യായീകരിക്കുക, അത് ഉള്ളതല്ലേ, ഇല്ലാത്തതൊന്നും പറയുന്നില്ലല്ലോ എന്ന രൂപത്തിൽ അത് ന്യായീകരിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉള്ളത് പറയലാണ് ഗീബത്ത്. ഉള്ളത് പറയലാണ് ഗീബത്ത്. അത് അയാളുടെ സാന്നിധ്യമില്ല, അയാളവിടെ ഇല്ല. നമ്മൾ അയാളെപ്പറ്റി ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കത് ഇഷ്ടമാവൂലെന്ന് നമുക്കറിയാം. എന്നിട്ട് എന്ത് ചെയ്യുക? അയാളെപ്പറ്റി അയാളുടെ അഭാവത്തിൽ ആ കാര്യം, ഉള്ള കാര്യം, ഇല്ലാത്തതൊന്നും പറയുന്നില്ല. അയാൾ ഉള്ളപ്പോൾ പറയുന്നത് ഗീബത്താവൂല. അതെ, അയാൾക്ക് നമ്മൾ അയാളെപ്പറ്റി പറയുന്നതുകൊണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുന്ന ഗീബത്തൊന്നും ആവൂല.
ബിദ്അത്തുകാരുടെ വിഷയത്തിൽ ഗീബത്തില്ല. സലഫുകൾ പറയും ലൈസ ലി സാഹിബിൽ ബിദ്അത്തി ഗീബ. ബിദ്അത്തുകാരുടെ വിഷയത്തിൽ ഗീബത്ത്, ബിദ്അത്തുകാരെ പറ്റി എന്ത് പറഞ്ഞാലും ഗീബത്താവൂല. ബിദ്അത്തുകാരെ പറ്റി എന്ത് പറഞ്ഞാലും അത് ഗീബത്താവൂല. കാരണം അത് പറയൽ അനിവാര്യമാണ്. അത് പറയൽ അനിവാര്യമാണ്. ചില ആൾക്കാരൊക്കെ ചോദിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ എന്തിനേയും വല്ലവരുടെ കാര്യം പറയാൻ നിൽക്കും എന്ന് ചോദിക്കാറുണ്ട്. നമുക്കങ്ങനെ അത് പറയാതെ നമുക്കത് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് പറയാൻ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. കൃത്യമായി ആ കാര്യം വ്യക്തമാക്കി കൊടുക്കണമെങ്കിൽ ഇപ്പം അള്ളാഹ് ഖുർആനിൽ പറഞ്ഞെന്താ, സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് മാത്രം പറഞ്ഞിട്ട് സിറാത്തുൽ മുസ്തഖീമിനെ വിശദീകരിച്ച് നിർത്തിയില്ല. എന്തും പറഞ്ഞു, ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ കൂടി പറഞ്ഞു. അത് വ്യക്തമാകണമെങ്കിൽ അവനെ വിശദീകരിക്കേണ്ടി വരും, പേരെടുത്ത് പറയേണ്ടി വരും. അവരുടെ വിഷയത്തിൽ ഗീബത്തില്ല. എന്നാൽ അതല്ലാത്ത സാധാരണഗതിയിൽ നമ്മുടെ സഹോദരനെ സംബന്ധിച്ച് അവൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം അവനില്ലാത്ത സന്ദർഭത്തിൽ പറയുക എന്നുള്ളത് അത് ഗീബത്താണ്. കല്യാണത്തിൻ്റെ വിഷയത്തിലും അവിടെയും ഗീബത്തില്ല. 6 സന്ദർഭങ്ങളിൽ പണ്ഡിതന്മാരെന്ത് ചെയ്തിട്ടുണ്ട്, ഗീബത്ത് ദീൻ അനുവദിച്ച 6 സന്ദർഭങ്ങൾ എണ്ണി പറയുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ കല്യാണത്തിൻ്റെ സന്ദർഭം. വിവാഹം ആലോചിച്ചിട്ട് ഒരാൾ വരികയാണ്, നമുക്ക് അയാളുടെ ഒരുപാട് ന്യൂനതകൾ നമുക്കറിയാം. അപ്പം ഇപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഗീബത്താവൂലേ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ന്യൂനതകളൊന്നും പറഞ്ഞു കൊടുക്കാതിരിക്കുക, അത് ശരിയല്ല. പറയണം. നമ്മളോട് ചോദിച്ചാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറയണം. അവനിങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട്. നബിസ്വല്ലല്ലാഹു അടുക്കൽ ഒരു സ്ത്രീ വന്നിട്ട് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, എന്നെ ഈ 2 പേര് കല്യാണം ആലോചിച്ചിട്ടുണ്ട്, 2 സ്വഹാബിമാരുടെ പേര് പറ. നബിസ്വല്ലല്ലാഹു പറഞ്ഞു, നീ കല്യാണം കഴിക്കണ്ട, അവൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. 2 പേരും അവിടെ ഇല്ല. 2ാമത്തെ ആളുടെ പേര് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് നീ അവനെയും കല്യാണം കഴിക്കണ്ട. എന്നാൽ 3ാമത്തെ വേറൊരാളുടെ പേര് പറഞ്ഞു കൊടുക്കുക. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗീബത്തില്ല. അതുപോലെ തന്നെ ഫത്വ ചോദിക്കുമ്പോൾ ദീനിലൊരു സംശയം ചോദിക്കാം. അപ്പം അബൂ സുഫിയാൻ റളിയല്ലാഹുവിന്റെ ഭാര്യ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് എനിക്ക് എന്ത് ചെയ്യുന്നില്ല, വീട്ടിലെ ചെലവിന് വേണ്ട ആവശ്യമായ സമ്പത്ത് തരുന്നില്ല. അത് ഗീബത്താണ്. അയാൾ ഇഷ്ടപ്പെടൂല അത് പറയുന്നത് കേട്ടാൽ, അയാളുടെ അഭാവത്തിലാണ് പറയുന്നത്. പക്ഷെ അത് ദീനിൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ അറിയാൻ വേണ്ടി എന്ത് ചെയ്യാം, പറയാം. ഇങ്ങനെ കുറച്ച് സന്ദർഭങ്ങളുണ്ട്, വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളുണ്ട്. അത്തരം സന്ദർഭങ്ങളിലല്ലാതെ ബാക്കിയുള്ള സന്ദർഭങ്ങളിലൊക്കെ അത് ഗീബത്താവും. അതിനെപ്പറ്റി ഹദീസിൽ വന്നിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഈ മിഅ്റാജിന് ആകാശത്തേക്ക് കയറിപ്പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൂട്ടം ആളുകൾ, അവർക്ക് ഈ പിച്ചള കൊണ്ടുള്ള നഖമുണ്ട്. അവരുടെ നഖം പിച്ചള കൊണ്ടാണ്. ഈ പിച്ചള കൊണ്ടുള്ള നഖം കൊണ്ട് അവരെന്ത് ചെയ്യണം, അവരുടെ മുഖവും നെഞ്ചൊക്കെ ഇങ്ങനെ മാന്തി പൊളിക്കുകയാണ്. മുഖവും നെഞ്ചൊക്കെ ഇങ്ങനെ മാന്തി അങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോട് ചോദിക്കണം, മൻ ഹൗല, ഇതാരാണ് ഈ വിഭാഗം? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഹൗല ഇല്ലദീന യഅകുലൂന ലുഹൂമൻ നാസ് വയഖഊന ഫീ അഅറാദിഹിം, ജനങ്ങളുടെ ഇറച്ചി തിന്നുന്ന ആളുകളാണ്. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞെന്താ, ഗീബത്ത് പറയുന്ന ആളുകളെ പറ്റി, സഹോദരൻ മരിച്ചു കിടക്കുന്ന സഹോദരൻ്റെ ഇറച്ചി തിന്നുന്നത് പോലെയാണെന്ന് പറഞ്ഞ അങ്ങനെയുള്ള ഗീബത്ത് പറയുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണ്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നിങ്ങൾക്ക് കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ അവരെന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വെച്ച് സഫിയ്യ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുപോയി. ചില സ്ത്രീകൾക്കിടയിൽ ഉണ്ടാകുന്ന മാനുഷികമായിട്ടുള്ള ഒരു ഗൈറത്ത് കാരണത്താൽ അറിയാതെ മാനുഷികമായിട്ട് വായിന്ന് വന്നു വീണുപോയത്. അവരെന്തു പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. കുറിയവൾ എന്നുവെച്ചാൽ ഹൈറ്റില്ലാത്തവളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ചാക്കുന്ന പോലെ സംസാരിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണെന്നറിയോ, ലഖദ് ഖുൽത കലിമതൻ ലൗ മുസിജത് ബിമാഇൽ ബഹരി ലമസജത്ഹു. നീ ഇപ്പം ഈ പറഞ്ഞ വാക്ക് അത്
ഒരു കടലിൽ കൊണ്ട് മുക്കിയാൽ ആ കടൽ പോലും എന്തോ കറുത്തു പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം, ശക്തമായി ആയിഷ റളിയല്ലാഹു അൻഹയെ വിമർശിക്കാം. അത് വളരെ പേടിക്കേണ്ട വിഷയമാണ്. നമുക്കിടയിൽ വളരെയധികം പറയുന്ന ഞാനടക്കം ധാരാളം സംഭവിക്കുന്ന കടന്നു വരുന്ന ഒരു തിന്മയാണ് ഗീബത്ത്. നമ്മൾ പലപ്പോഴും കളവ് പറയാത്ത ആളുകളായിരിക്കും, മറ്റുള്ള പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ ഗീബത്ത് അത് എന്തുകൊണ്ട് ഹക്കായതുകൊണ്ടാണോ അല്ലാഹു അലം വളരെയധികം നമുക്കിടയിൽ അത് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അത് വളരെയധികം പേടിക്കണം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഗീബത്ത് നമ്മൾ മറ്റൊരാളെ പറ്റി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അയാളെ നമ്മൾ പ്രതിരോധിക്കണം. അയാളെ പറ്റി ഇപ്പോൾ ഒരു സദസ്സിൽ വെച്ച് ഇവിടെ ഇല്ലാത്തൊരാളെ പറ്റി അവൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്, അവൻ എപ്പോഴും അങ്ങനെയാണ് എന്ന് ഒരു ഗീബത്ത് ഒരാളെ പറ്റി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാതെ കേട്ട് നിൽക്കാൻ പാടില്ല. നമുക്ക് ആ സഹോദരനോടുള്ള കടമയാണെന്ത്, അവൻ അങ്ങനെയൊന്നുമില്ല, അവൻ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അവൻ ഇങ്ങനെയൊക്കെ ആകുന്നത് അവനെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അവൻ്റെ ഹൈർ അവിടെ പറഞ്ഞ് അവനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രതിരോധിക്കണം, ഡിഫെൻഡ് ചെയ്യണം. അതൊരു മുസ്ലിമിൻ്റെ മേലുള്ള ബാധ്യതയാണ്. വിശ്വാസം പഠിപ്പിച്ചത് അങ്ങനെ ഒരുത്തൻ തൻ്റെ സഹോദരൻ്റെ അഭാവത്തിൽ അവൻ്റെ അഭിമാനത്തെ സംരക്ഷിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു എന്ത് ചെയ്യും, അവൻ്റെ ഖിയാമത്ത് നാളിൽ ഈ സംരക്ഷിച്ചവൻ്റെ അഭിമാനവും സംരക്ഷിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കളവ് പറയാൻ പാടില്ല. ഉള്ള കാര്യങ്ങൾ നമുക്ക് അതിന് ഒരു ന്യായീകരണം കണ്ടെത്തുകയോ അല്ലെങ്കിൽ ഹുസ്നുൽ തന്നെ വെച്ച് അത് പറ്റും. തമ്മിൽ ഒരുമിപ്പിക്കാൻ വേണ്ടി, തമ്മിൽ തെറ്റിയ ആളുകളെ ഒരുമിപ്പിക്കാൻ വേണ്ടി കളവ് പറയാൻ പറ്റും. അതും വ്യക്തമായ കളവല്ല. നമ്മളെന്താ പറയാ, തൗരിയ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, പരമാവധി ഹുസ്നുൽ ദന്ന് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കാം. എത്രത്തോളം സലഫുകൾ പറയാറുണ്ട്, എൻ്റെ സഹോദരൻ്റെ താടി രോമങ്ങളിലൂടെ മദ്യം ഒഴുകി വരുന്നത് കണ്ടാൽ ഞാൻ എന്തു വിചാരിക്കും, അവൻ മദ്യത്തിൽ പോയി വീണതാണ് വിചാരിക്കും, അല്ലെങ്കിൽ മദ്യത്തിൻ്റെ പാത്രം അവൻ്റെ തലയിൽ വന്ന് വീണതാണ് വിചാരിക്കും. ഞാൻ എന്തു വിചാരിക്കൂല, അവൻ മദ്യം കുടിച്ചിട്ട് വരുന്നതാണ് വിചാരിക്കൂല. എന്നുവെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് നല്ല ആളായിട്ട് അറിയാം, ഒരുപാട് കാലം നമുക്ക് അവന് പരിചയമുണ്ട്, നല്ലൊരു വ്യക്തിയാണ്. അയാളെ പറ്റി നമ്മൾ പെട്ടെന്ന് ഓടിച്ചാടി മോശം വിചാരിക്കാൻ പാടില്ല. അത് മണ്ടത്തരാണ്. അത് ദീനിലും പാടില്ല, ബുദ്ധിപരമായിട്ടും അത് വിഡ്ഢിത്തരാണ്. ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് നമുക്കുണ്ട്, അത്രയും കാലം നമുക്ക് അടുത്തറിയാം, നല്ലതല്ലാത്ത ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം എവിടെയെങ്കിലും നമുക്ക് സംശയാസ്പദമായി തോന്നുമ്പോൾ നല്ലതേ വിചാരിക്കാവൂ. അത് നല്ലത് വിചാരിക്കലല്ലോ, സംസാരിക്കലുണ്ടല്ലോ. നമ്മൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ആ സംസാരത്തിലെ പിഴവ് എന്ത് ചെയ്യണം, തിരുത്തന്നമാണ്. നല്ല വിചാരമേ ഉള്ളൂ എങ്കിലും പുറത്തേക്ക് വന്ന സംസാരം മോശമാണെങ്കിൽ അത് തിരുത്തണം. മനസ്സിലായോ? അതേപോലെ തന്നെ മറ്റൊരു വൻപാപമാണ് നമീമത്ത്, ഏഷണി പറയാനുള്ളത്. ഏഷണി എന്ന് പറഞ്ഞാൽ രണ്ടാളുകൾക്കിടയിൽ ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും സംസാരം എത്തിച്ചു കൊടുക്കുക. എന്തിനു വേണ്ടി? ഇവർക്കിടയിൽ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി, ഇവർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ, വെറുപ്പുണ്ടാക്കാൻ, അകൽച്ച ഉണ്ടാക്കാൻ വേണ്ടി. അതിനാണ് നമീമത്ത് എന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ധാരാളം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ലാ യദ്ഖുൽ ജന്നത നമ്മാമുൻ, ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അബൂലഹബിൻ്റെ
സൂറത്തുൽ മസദിൽ വമ്രഅതുഹു ഹമ്മാലത്തുൽ ഹതബ്, അവൻ്റെ ഭാര്യ അബൂലഹബിൻ്റെ ഭാര്യ വിറക് ചുമട്ടുകാരി എന്നുള്ള പറഞ്ഞില്ലേ, അതിന് ഇമാം മുജാഹിദ് റഹിമുള്ള അർത്ഥം പറഞ്ഞത് അവൾ എന്ത് ചെയ്യും, നമീമത്തുമായി നടക്കുന്ന സ്ത്രീയാണ്. പക്ഷെ ആളുകൾക്കിടയിൽ ഇങ്ങനെ സ്ത്രീകൾക്കിടയിൽ പോയിട്ട് മുഹമ്മദ് അങ്ങനെയാണ്, മുഹമ്മദ് എങ്ങനെയാണ്, ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, എന്നിട്ട് ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി, ഇങ്ങനെ നമീമത്തുമായി. അബൂലഹബ് നേർക്ക് നേരെയാണ് ശത്രുത, ശാരീരികമായിട്ടുള്ള എതിർപ്പാണ്, കായികമായിട്ടുള്ള ഉപദ്രവമാണ്. ഭാര്യ ഉള്ളിൽ കൂടെ ഏഷണി പറഞ്ഞു വരുത്തുക, സ്ത്രീകൾക്കിടയിൽ പോയിട്ട് മുഹമ്മദ് കണ്ട അങ്ങനെ ചെയ്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രവർത്തനത്തിന് അള്ളാഹു എന്ത് ചെയ്തത്, ഹമ്മാലത്തുൽ ഹതബ്, വിറക് ചുമട്ടുകാരി എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് അതിനെയാണ് എന്ന് ഇമാം മുജാഹിദ് റഹിമഹുല്ല വിശദീകരിക്കുന്നതായി കാണാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെടുന്നുണ്ട്, ആരാണ് ശരിക്കുള്ള മുസ്ലിമാരാണ്, ശരിക്കുള്ള മുസ്ലിമാരാണ് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുന്നറിയോ, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ആരുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മുസ്ലിമീങ്ങൾ സുരക്ഷിതരാണോ അവനാണ് ശരിക്കുള്ള മുസ്ലിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ കൈകൊണ്ടും നാവ് കൊണ്ടും ഒരാൾക്കൊരു ഉപദ്രവവും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ ഇസ്ലാം പരിപൂർണമാകുന്നത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമുക്കറിയാം, മയ്യദ്വൻലി മാ ബൈന ലിഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മൻ ലഹുൽ ജന്ന. രണ്ട് കാര്യങ്ങൾ, രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ളതും രണ്ട് കാലുകൾക്കിടയിലുള്ളതും ആരാണോ എനിക്ക് ഉറപ്പ് തരുന്നത് അവന് ഞാൻ സ്വർഗം ഉറപ്പ് നൽകാം. ഈ രണ്ട് കാര്യങ്ങളിൽ ഹറാമ് വരാതെ സൂക്ഷിക്കാം എന്നൊരാൾ എനിക്ക് ഉറപ്പ് തരികയാണെങ്കിൽ ഞാൻ അവനെന്ത് ചെയ്യാം, തൗഹീദുള്ള ഈമാനുള്ള ഒരാളാണെങ്കിൽ ഞാൻ അവന് സ്വർഗം ഉറപ്പ് നൽകാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം പറയാം. അത് വളരെ ശ്രദ്ധിക്കണം. നാവ് അല്ലെ, ഒരു ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് കുറേ പ്രധാനപ്പെട്ട വസിയത്തുകൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ആകത്തുക ഞാൻ പറഞ്ഞു തരട്ടെയോ, ഇത് ഈ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ ആകത്തുക ഞാൻ പറഞ്ഞു തരട്ടെയോ. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പറയും, ബലാ യാ റസൂൽ, ഉറപ്പായും പറഞ്ഞ നല്ല റസൂലെ എന്ന് പറയുമ്പോൾ നാവ് പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അംസിക് അലൈക ഹാദ, നീ ഇതിനെ പിടിച്ചു വയ്ക്കുക, നീ ഇതിനെ പിടിച്ചു വെക്കണം. അപ്പോൾ അദ്ദേഹം അത്ഭുതത്തോട് ചോദിക്കും, അള്ളാഹുവിൻ്റെ റസൂലെ, നമ്മൾ സംസാരിച്ച സംസാരങ്ങൾ കൊണ്ട് നമ്മൾ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമോ എന്ന് ചോദിക്കുമ്പോൾ വിശ്വാസം തിരിച്ചു പറയാൻ എന്താ, നാവ് കൊണ്ടുള്ള സംസാരം നാവ് സമ്പാദിച്ചത് കൊണ്ടല്ലാതെ വേറെന്തുകൊണ്ടാണ് ആളുകൾ നരകത്തിലേക്ക് എത്തിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിലേക്ക് എത്തുന്നത് നാവിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്, സംസാരത്തിലെ അപാകതകളും പോരായ്മകളും കൊണ്ടാണ്. എഴുത്തും അങ്ങനെ തന്നെയാണ്, എഴുത്തും അതേപോലെ തന്നെ. സംസാരം, നാവും പേനയും രണ്ട് നാവുകളാണ്, രണ്ടും ഒരേ വിധി തന്നെയാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അതിലൊന്നാമത്തേത്, നമുക്ക് അറിയാം ഒരു വിഭാഗം ആളുകൾ അവർ സംസാരിക്കാം, ആ സംസാരം നമ്മൾ കേൾക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല എന്ന് നമുക്കറിയാം. പക്ഷെ എന്ത് ചെയ്യുക, നമ്മളത് ഒളിഞ്ഞ് കേൾക്കുക. ഇപ്പം ചില പണ്ടത്തെ വീടുകളൊക്കെ ആണെങ്കിൽ ചുമരുകളൊക്കെ തൊട്ടടുത്തടുത്തായിരിക്കും റൂമുകളൊക്കെ. തൊട്ടപ്പുറത്തുള്ള റൂമിൽ എന്താ നടക്കുന്നതെന്ന് അറിയാൻ ഇപ്പുറത്തുള്ള റൂമിൽ ചുമരിലേക്ക് ചെവി ചേർത്ത് വെച്ചാൽ മതി. അങ്ങനെ കേൾക്കാൻ പാടില്ല. വിശ്വാസം പഠിപ്പിച്ചെന്ന് അങ്ങനെ ഒരാൾ കേട്ട് കഴിഞ്ഞാൽ അവൻ്റെ ചെവിയിലേക്ക് എന്ത് ചെയ്യും, ഈയം ഉരുക്കി ഒഴിക്കപ്പെടും. അവൻ്റെ ചെവിയിലേക്ക് ഈയം ഉരുക്കി ഒഴിക്കപ്പെടും, അതിനുള്ള ശിക്ഷയായിട്ട്. അത് അല്ലേ ഇന്നത്തെ കാലത്ത് ഹാക്കിംഗ് ഒക്കെയാണ്.
കോളുകൾ ചെയ്യുമ്പോൾ അവർ തമ്മിൽ സംസാരിച്ചത് ഹാക്ക് ചെയ്തിട്ട് വേറൊരാൾ കേൾക്കുന്നുണ്ടാവും. അത് ഫോൺ വിളിക്കൽ മാത്രമല്ല, വീഡിയോ കോളും എല്ലാ കാര്യങ്ങളും പലതും ഹാക്ക് ചെയ്യുക. അങ്ങനെ ഇവർ തമ്മിൽ രഹസ്യമായി നടത്തുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകൾ ഒളിഞ്ഞു കേൾക്കുക. ഇതൊക്കെ ഈ പറഞ്ഞ വൻപാപത്തിൽപ്പെടുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഇരട്ടപ്പേരുകൾ വിളിക്കുക. ഇരട്ടപ്പേര്, വട്ടപ്പേരെന്നൊക്കെ പറയാറുണ്ട്. പല നാട്ടിലും പല രൂപത്തിലാണ് അറിയപ്പെടുക. അത് ചിലരുടെ സ്വഭാവം കൊണ്ട് പേരുകൾ കിട്ടും, ചിലരുടെ രൂപം കൊണ്ട് പേരുകൾ കിട്ടും, ചിലരുടെ പലതരത്തിൽ പല കാര്യങ്ങൾ കൊണ്ട് പല പേരുകൾ. ചിലരൊന്നും ആ നാട്ടിൽ അവരുടെ ശരിക്കുള്ള പേര് പറഞ്ഞാൽ ആർക്കും അറിയൂല. ചിലരൊന്നും അവരുടെ നാട്ടിൽ പോയി ശരിക്കുള്ള പേര് പറഞ്ഞാൽ നാട്ടുകാർക്ക് ആർക്കും അറിയൂല. അവിടെ അവൻ്റെ ശരിക്കുള്ള വട്ടപ്പേര് പറഞ്ഞാലാണ് ആളുകൾക്ക് അറിയുള്ളൂ. അതൊക്കെ വലിയ വൻപാപമാണ്, ജനങ്ങൾക്കിടയിൽ വ്യാപകമാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അങ്ങനല്ല, അത് നമ്മൾ ഇരട്ടപ്പേര് എന്നുവെച്ചാൽ അയാൾക്കത് വിഷമം ഉണ്ടാക്കുന്ന പേരുകൾ, അയാൾക്ക് ബുദ്ധിമുട്ടാകുന്ന പേരുകൾ, അത് പ്രശ്നമല്ല. എന്നുവെച്ചാൽ അയാൾക്ക് അത് കേൾക്കുമ്പോൾ വേദന ഉണ്ടാകുകയാണ്, മനസ്സിന് വിഷമുണ്ടാകണം. അങ്ങനത്തെ പേരുകളെ ഉദ്ദേശിക്കുന്നത്. അയാളുടെ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അയാളുടെ പ്രതികരണത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഒരാൾക്കത് തൃപ്തിയാണെങ്കിൽ ഒരു തരത്തിലും, അല്ലെങ്കിൽ വേറൊരു തരത്തിലാണ് പ്രതികരിക്കുക. എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി പറയാം. ഒരാൾക്കത് തൃപ്തികരാണെങ്കിൽ എല്ലാവർക്കും അയാളുടെ മുഖത്ത് നോക്കി ആ പേര് വിളിക്കാൻ പറ്റും. തൃപ്തികരല്ലെങ്കിൽ നിങ്ങൾ ആരും രഹസ്യത്തിൽ പുറകിൽ നിന്നില്ലാതെ പേര് പറയൂല, മുന്നിൽ നിന്ന് വിളിക്കാൻ ധൈര്യം കാണിക്കൂല. അങ്ങനെ കുറേ അടയാളങ്ങളുണ്ട്. അപ്പം അങ്ങനെ അയാൾക്കത് പ്രയാസമാകുന്ന പേരുകൾ, ഇരട്ടപ്പേരുകൾ, അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ വിളിക്കാൻ പാടില്ല. അതേപോലെ തന്നെയാണ് ഈ മോശപ്പെട്ട പദപ്രയോഗങ്ങൾ, നമ്മൾ തെറി വിളിക്കാന്നൊക്കെ പറയും. അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഇതേപോലെ തന്നെയാണ്, വൻപാപങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന കാര്യമാണ്. അതൊരു സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ, ഒരു മുസ്ലിമിന് ഇതുപോലെ മോശപ്പെട്ട പദപ്രയോഗങ്ങൾ കൊണ്ട് ആക്ഷേപിക്കുക എന്നുള്ളത് ഫുസൂഖുൻ, വൻപാപമാണ്, വലിയ തിന്മയാണ്. അതേപോലെ മറ്റൊരു തിന്മയാണ്, വൻപാപമാണ് ഇരട്ടമുഖം. ഇരട്ടമുഖം എന്ന് പറഞ്ഞാൽ നിറം മാറുക. ഇന്ന് പറഞ്ഞല്ല നാളെ പറയാം എന്നുവെച്ചാൽ എന്താ പറയാ, ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ദീനിൽ നമുക്ക് ഒരേ നിലപാട് മാത്രമുള്ള, നമുക്ക് ഒരേ ഒരു ആദർശം മാത്രമുള്ള, ഒരേ ഒരു സ്റ്റാൻഡ് മാത്രം എടുക്കാൻ അനുവാദമുള്ള ചില മസാലകളുണ്ടാവും, വിഷയങ്ങളുണ്ടാവും. ഇത്തരം വിഷയങ്ങളിൽ സന്ദർഭത്തിനും സൗകര്യത്തിനും സാഹചര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുക. അത് വേറെ വിഷയം, അത് രണ്ടു മുഖം എന്ന് പറയുന്നതിൽ പെടൂല. കുഫറിന്റെ വാക്ക് പറയാൻ ഈമാനുള്ള ഒരാൾ നിർബന്ധിക്കുകയാണ്, ജീവന് ഭീഷണിയാകുമ്പോൾ അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ വേദന സഹിക്കാൻ വയ്യാതെ അയാൾ പറഞ്ഞു പോവാണ്, അതല്ല ഉദ്ദേശിക്കുന്നത്. ഇത് ഇയാളുടെ സൗകര്യത്തിനും സാഹചര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, ദീനിൽ മാറ്റാൻ പാടില്ലാത്ത വിഷയങ്ങളിൽ വേറെ വ്യത്യസ്ത നിലപാടുകൾ പറയും. അപ്പോൾ ഈ അടുത്ത് ഈ ഇറാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നപ്പോൾ ഒരുപാട് ആളുകളുടെ മറ്റൊരു മുഖം നമ്മൾ കണ്ടതാണ്. ഒരുപാട് ആളുകൾ അതുവരെയും ഷിയയിസത്തെ വിമർശിച്ചിരുന്ന, റാഫിളിയത്ത് കുഫറാണെന്ന് പരസ്യമായി പറയാൻ യാതൊരു മടിയില്ലാത്ത ആളുകൾ ആ ഒരു സമയമെത്തിയപ്പോൾ അവരുടെ എന്താ പറയുക, മറ്റൊരു മുഖം കാണാൻ തുടങ്ങി. അതിന് അവരെ പുകഴ്ത്തി പറയുകയും അവരുടെ എന്താ പറയുക
പ്രവർത്തനങ്ങളെ പ്രശംസിക്കുകയും അങ്ങനെ ഉള്ള വിഷയങ്ങൾ, ദീനിൽ കൃത്യമായ നിലപാടുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നിലപാടുകൾ മാറ്റുക. അതാണ് ഈ രണ്ട് മുഖമുള്ള ആളുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ അർഹതയില്ലാതെ കുഫ്ർ കൊണ്ട് ഒരു മുസ്ലിമിനെ ആക്ഷേപിക്കുക, നമ്മൾ തക്ഫീർ എന്ന് പറയും. ഹക്കല്ലാത്ത രൂപത്തിൽ ഒരാളെ കാഫർ എന്ന് വിളിക്കുക, മുസ്ലിമായ ഒരാളെ, അല്ലെങ്കിൽ അവരൊക്കെ കാഫറാണെന്ന് പറയാം. അത് വളരെ പേടിക്കേണ്ട വിഷയമാണ്. വിശ്വാസം പഠിപ്പിച്ചെന്നത് വമൻ ഖദഫ മുഅ്മിനൻ ബികുഫ്രിൻ ഫഹുവ ഖത്ലിഹി, ഒരാൾ ഒരു മുഅ്മിനിനെ കുഫർ കൊണ്ട് ആരോപിച്ചാൽ അവനെ കൊല്ലുന്നത് പോലെയാണ്. വെച്ചാൽ കൊല്ലുമ്പോൾ കിട്ടുന്ന കുറ്റം, കൊലപാതകത്തിന്റെ കുറ്റം അതിനുണ്ട്. അത്രയും ഗൗരവമുള്ള വിഷയം. ഒരാളെ, മുസ്ലിമായ ഒരാളെ നമ്മൾ കാഫറാണെന്ന് ആരോപിക്കുന്നു. മറ്റൊരു ഹദീസിൽ കാണാൻ വിശ്വാസം പഠിപ്പിച്ചു, ഇദാ ഖാല റജുലു ലി അഖീഹി യാ കാഫിർ ഫഖദ് ബാഅ ബിഹാ അഹദുഹുമാ, ഒരു വ്യക്തി തൻ്റെ സഹോദരനോട് യാ കാഫിർ, എടാ കാഫിറെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഫഖദ് ബാഅ ബിഹി അഹദുഹുമാ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരാൾ അതുമായിട്ട് മടങ്ങും. ഈ വിളിക്കപ്പെട്ടാൽ അതിന് അർഹനാണെങ്കിൽ അത് അയാളിലേക്ക് കിട്ടും. അതല്ലെങ്കിൽ ആ വിളിച്ചതിൻ്റെ കുറ്റം ഇയാൾക്ക് കിട്ടും. എന്നുവെച്ചാൽ ഒരു കൊലപാതകം നടത്തിയ കുറ്റം ഇയാൾക്കത് ഈ ഒരു വിളി കൊണ്ട് ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. അല്ല, കാഫറായ ഒന്ന് വിളിച്ചതിൻ്റെ കുറ്റം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൊലപാതകത്തിൻ്റെ കുറ്റം ഇയാൾക്ക് കിട്ടും, വിളിച്ച ആൾക്ക്. അയാൾ അതിന് അർഹനല്ലെങ്കിൽ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറ്, നമ്മൾ വളരെ ശ്രദ്ധിക്കണം, പണ്ഡിതന്മാർ പറയാറുണ്ട് തക്ഫീർ എന്നുള്ളത് രണ്ടിനമാണ്, മുത്തലഖും മുഅയ്യനും. മുത്തലഖും മുഅയ്യനും. മുത്തലഖ് എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തിലും ഇത് ഷിർക്കാണ്, കുഫറാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ നമുക്ക് അങ്ങനെ തന്നെ പറയാം. ഏലസ് കെട്ടിയവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു, ഖബറിന് മുന്നിൽ സുജൂദ് ചെയ്തവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു, അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിച്ചവൻ ഷിർക്ക്, ഇതൊക്കെ നമുക്ക് അങ്ങനെ തന്നെ പറയാം. ഒരു പ്രശ്നം ഇതാണ് തക്ഫീറിൻ മുത്തലഖ് എന്ന് പറയും. പക്ഷെ അത് ചെയ്ത ഒരാളെ, പെർട്ടിക്കുലർ ഒരാളെ നീ കാഫറാണ് എന്ന് പറയുന്നത് അത് വേറൊരു വിഷയമാണ്. തക്ഫീർ മുത്തലഖ് ഇങ്ങനെ പൊതുവിലുള്ള ദീൻ ഖുർആനും സുന്നത്തിൽ വന്ന പോലെ നമ്മൾ പറയുക, വിധി പറയുക എന്നുള്ളത് അതെല്ലാവർക്കും പറ്റും. ആ തെളിവുകൾ അറിയുന്ന എല്ലാ ആളുകൾക്കും അനുവദിക്കപ്പെട്ടതാണ്. പക്ഷെ വ്യക്തിപരമായി പേഴ്സണലായി നമ്മൾ കാഫറാണെന്ന് വിധി പറയുക, അത് മൂന്നാളുകളല്ലാതെ അതിൽ ഇറങ്ങരുത്. മൂന്നാളുകളല്ലാതെ അതിൽ ഇറങ്ങരുത്. ഒന്ന് ഭരണാധികാരി, രണ്ടാമത്തത് ഖാദി, മൂന്നാമത്തത് വലിയ കിബാറുൽ ഉലമാകൾ, വലിയ ഉലമാക്കൾ. ഈ മൂന്ന് പേരല്ലാതെ ഇതിലേക്ക് ഇറങ്ങരുത്. അപകടമാണ്, വ്യക്തികളെ കാഫറാക്കാൻ. നമുക്കിങ്ങനെ പറയാം, ഖബറാരാധകർ, ഖബറിനെ ആരാധിക്കുന്ന ആളുകൾ, അതിലെ ഔലിയാക്കന്മാരെ മധ്യവർത്തികളാക്കുന്നവർ കാഫറുകളാണ്, മുശ്രിക്കുകൾ, അങ്ങനെ പറയാം. വ്യക്തികളെ കാഫറാക്കി ഒരു പണ്ഡിതൻ ഇന്നൊരു ആള് കാഫറാണെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, ഇന്ന വ്യക്തി കാഫറാണ്, നമുക്ക് പറയാം. കാരണം ഇന്ന പണ്ഡിതൻ പറഞ്ഞു. എങ്ങനെ ഹുജ്ജത്ത് നമ്മൾ ശ്രദ്ധിക്കണം. തക്ഫീറിന് ഹുജ്ജത്ത് സ്ഥാപിക്കുക എന്നുള്ള ഷർത്ത് മാത്രമല്ല ഉള്ളത്. വേറെ ഒരുപാട് ഷർത്തുകളുണ്ട്, വേറെ ഒരുപാട് മവാനികളുണ്ട്. അതൊക്കെ ഒത്തുവന്നു എന്ന് ഉറപ്പിക്കണമെങ്കിൽ അത്രയും അറിവുള്ള ആളായിരിക്കണം, അത്രയും അറിവുള്ള ആളായിരിക്കണം. അതുകൊണ്ടാണ് വലിയ ഉലമാക്കളല്ലാതെ ഇത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങരുതെന്ന് പറയുന്നത്. ഇന്ന് പല തുടക്കക്കാരും ദീൻ പഠിച്ച് തുടങ്ങുന്ന ആളുകൾ പോലും ഈ ഒരു മസലയിലാണ്. ഉദ്ർ ബിൽ ജഹല്, സമസ്തക്കാർ മുശ്രിക്കുകളാണോ, അവർ ഷിർക്ക് ചെയ്യുന്നില്ലേ, അവരങ്ങനെയാണോ, അവരൊന്നും മുശ്രിക്കായിട്ടാണോ കാണേണ്ടത്? അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ
നമുക്ക് ഒരാളെ വ്യക്തിപരമായിട്ട് അറിയാം, പേഴ്സണലായിട്ട് അറിയാം, അയാൾക്ക് ഷിർക്കിൻ്റെ വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ ഷിർക്കിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ്. അയാൾ നമ്മൾ സലാം പറയണ്ട, അയാൾ സലാം പറഞ്ഞ് മടക്കണ്ട, അയാൾ അറുത്തത് കഴിക്കണ്ട, അയാൾ പോയി നിസ്കരിക്കണ്ട, അയാളെ നമ്മുടെ മുസലിയിൽ അടക്കണ്ട. നമ്മൾ വിധി പറയാൻ പോകണം. വിധി പറയാന്നുള്ളത് വേറൊരു കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വിധി പറയാന്നുള്ളത് വേറൊരു കാര്യമാണ്. വിധി പറയാന്നുള്ളത് ഒരു കാര്യമാണ്. നമ്മളൊരു രൂപത്തിൽ നമ്മൾ മാറി നിൽക്കലും നമ്മൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി നമ്മളൊരു നിലപാട് സ്വീകരിക്കലും അത് വേറെയാണ്. അത് നമുക്ക് ഉറപ്പുണ്ട്, ഇന്നൊരാൾ ഷിർക്ക് ചെയ്യുന്നത് നമ്മൾ കാണണം, അല്ലെങ്കിൽ നമുക്ക് ഉറപ്പുള്ള ഒരാൾ പറഞ്ഞു തരികയാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഷിർക്കിൻ്റെ വിശ്വാസം നമ്മൾ മനസ്സിലാക്കുകയാണ്. നമുക്കിതേപോലെ ഈ നിലപാട് സ്വീകരിക്കാം, അത് അനുവാദമുണ്ട്. വിധി പറയുന്നതും നമ്മൾക്കൊരു നിലപാട് സ്വീകരിക്കുന്ന രണ്ടും രണ്ടാണ്. അത് വളരെയധികം ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതഭിപ്രായം എടുക്കുകയാണെങ്കിലും ഒരു കാര്യം ദീനുൽ ഇസ്ലാമിൽ അതിൻ്റെ ശുറൂത്തുകൾ പാലിക്കപ്പെടാതെ സ്വഹിയാവൂല. ഏതഭിപ്രായം സ്വീകരിച്ചു. നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൽ ഏതെങ്കിലും ഷർത്ത് പോയി കഴിഞ്ഞാൽ നിസ്കാരം സ്വഹിയാവൂല. തക്വീറിന്റെ ശുറൂത്തുകളെന്ന് പറഞ്ഞ് ഏതൊക്കെയാണെന്നുള്ളത്. എത്ര ഷർത്തുകളുണ്ട്? അല്ല, വേറെ ഇനി എത്ര ഷർത്തുകളുണ്ട്. തക്ഫീറിന്റെ വിഷയം മാത്രം വിശദീകരിക്കുന്ന ഇത്ര വലിയ കട്ടിയുള്ള ഗ്രന്ഥങ്ങളുണ്ട്. ഇത്രയും ഷുറൂത്തുകൾ ഇത്രയും വലിയ കട്ടിയുള്ള ഗ്രന്ഥങ്ങൾ എന്തിനാ ഈ 3 വാക്കിൽ പറയുകയാണെങ്കിൽ? അതിനൊരുപാട് വിഷയങ്ങളുണ്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ ചില്ലറ, നമ്മൾ തുടക്കക്കാരന് ഇറങ്ങി നിൽക്കേണ്ട ഒരു വിഷയമല്ല ഇത്. നമുക്ക് പഠിക്കാൻ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് അമല് ചെയ്യാൻ ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പോലെ ഈ പറഞ്ഞ നിലപാട് മതി. സിമ്പിളാണ്. നമുക്കൊരു കൃത്യമായിട്ട് ബോധ്യപ്പെട്ട അയാൾ ഷിർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ മാറി നിൽക്കുക, അയാൾ ആ രൂപത്തിൽ നമ്മൾ മുആമലത്ത് ചെയ്യാം. വിധി പറയാന്നുള്ളത് മറ്റൊരു വിഷയം. അത് വളരെ പേടിക്കേണ്ട ഗൗരവമുള്ള വിഷയമാണ്. എങ്ങനെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വെറുതെ സമസ്തക്കാരെ മൊത്തം മുശ്രിക്കാക്കുക എന്നുള്ളത് ശരിയല്ല. എൻ്റെ കുടുംബത്തിൽ എല്ലാവരും തൗഹീദുള്ള ആളുകളൊന്നുമല്ല. എന്നുവെച്ചാൽ എന്താ പറയുക, മുജാഹിദ് ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ, സമസ്തക്കാരിൽപ്പെട്ട പലരുമുണ്ട്. എൻ്റെ കുടുംബത്തിൽ മാത്രമുള്ള സമസ്തക്കാരിൽപ്പെട്ട ഷിർക്ക് ചെയ്യാത്ത കുറേ ആളുകളുണ്ട്. എൻ്റെ കുടുംബത്തിൽ എനിക്ക് മാത്രം അറിയുന്ന ആളുകളുണ്ട്. പലരുടെയും കുടുംബത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പല നാട്ടുകാരെയും കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് അങ്ങനെ വിധി പറയാന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വിധി പറയാന്നുള്ളത് ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, വ്യക്തിപരം നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു, യഖീനായി അയാൾ ഷിർക്ക് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ഇമാമ്, അല്ലെങ്കിൽ ഷിർക്കിൻ്റെ വിശ്വാസമുണ്ട്, നമുക്ക് ബോധ്യപ്പെടാം, നിസ്കരിക്കണ്ട, മാറി നിൽക്കുക. അറിയുന്നവർക്ക് മാറി നിൽക്കാം. അതാണ് പറഞ്ഞ പ്രശ്നം. നമ്മളൊരു വിധി പറയുമ്പോൾ നമുക്ക് ആവേശത്തിൽ എടുത്തു ചാടി പറയാനുള്ളതല്ല ദീന്. നമുക്ക് തോന്നിയതുപോലെ പറയാനുള്ളതല്ല. നമ്മളതിൻ്റെ ശുറൂത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് അതിൻ്റെ മവാനികൾ, തടസ്സങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ടെന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും, നിങ്ങൾ പറഞ്ഞോളി, പ്രശ്നമില്ലേ. നിങ്ങൾ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ അതൊക്കെ പഠിച്ച് അതൊക്കെ കൃത്യമായി പാലിച്ചിട്ടാണ് പറയുന്നത്, നിങ്ങൾ പറഞ്ഞോളി, ഒരു പ്രശ്നമില്ല. പക്ഷെ അത് പാലിക്കാതെ, അതൊന്നും പരിശോധിക്കുക പോലും ചെയ്യാതെ എടുത്തു ചാടി പല ആളുകളും, പല തുടക്കക്കാരും ഈ വിഷയത്തിൽ ഇറങ്ങുന്നത് വലിയ അപകടം ഉണ്ടാക്കും, വലിയ അപകടവും ഫിത്തനയും ഉണ്ടാക്കും. അതേപോലെ തന്നെയാണ് ശപിക്കുന്ന വിഷയവും. ഈമാനുള്ള ആളുകളെ ശപിക്കുന്നത് അങ്ങനെ തന്നെയാണ്. വമൻ ലഅന മുഅ്മിനൻ ഫഹുവ കഖത്ലിഹി. ഈമാനുള്ള ഒരുവനെ ഒരാൾ ശപിച്ചു കഴിഞ്ഞാൽ അവനെ കൊന്നുകളയുന്നത് പോലെയാണ്
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം? പഠിപ്പിച്ചു തരാം. അതേപോലെ മറ്റൊരു ഹദീസിൽ കാണാം, ലാ യകൂനു ലആനൂന ശുഫആഅ വലാ ശുഹദാഅ യൗമൽ ഖിയാമ. ശാപം അധികരിപ്പിക്കുന്ന ആളുകൾ ഖിയാമത്ത് നാളിൽ ശുപാർശയും പറയൂല, സാക്ഷിയും നിൽക്കൂല. അവരതിന് കൊള്ളൂല, അർഹരല്ല, അതിന് യോഗ്യതയുള്ള ആളുകളായി അവർ മാറൂല. എപ്പോഴും ശാപവാക്കുകൾ ഇങ്ങനെ അധികരിപ്പിക്കുക, ശപിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ആളുകൾ അവർക്ക് ശുപാർശയും പറയാൻ പറ്റൂല, സാക്ഷി നിൽക്കാനും കഴിയൂല. അവരതിന് അള്ളാഹു തിരഞ്ഞെടുക്കുകയില്ല. പിന്നുള്ളത് ഹസദ്, അസൂയ. അസൂയ എന്ന് പറഞ്ഞാൽ എന്താ? അവനുള്ള അനുഗ്രഹം എനിക്കും കിട്ടണം എന്ന് വിചാരിച്ചാൽ അസൂയാവൂല. എനിക്കത് കിട്ടിയിട്ടില്ലെങ്കിലും അവനത് കിട്ടണ്ട എന്ന് വിചാരിക്കുമ്പോൾ അസൂയാവും. മറ്റൊരാൾക്ക് റബ്ബ് കൊടുത്ത അനുഗ്രഹം അവനിൽ നിന്ന് നീങ്ങിപ്പോകാൻ ഉള്ള ആഗ്രഹം, അതിനെയാണ് അസൂയ എന്ന് പറയാം, ഹസദ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന വളരെ പേടിക്കേണ്ട ഒരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത് വലാ യജ്തമിഉ ഫീ ഖൽബി അബ്ദിൻ അൽ ഈമാനു വൽ ഹസദ്. ഒരടിമയുടെ ഹൃദയത്തിൽ ഈമാനും ഹസദും രണ്ടും ഒരുമിച്ച് ചേരുകയില്ല. ഏതെങ്കിലും ഒന്നുണ്ടാവും, ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലല്ലോ, നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ. ഇതുപോലെ ധാരാളം ലാ യദ്ഖുൽ ജന്നത നമ്മാമുൻ, നമീമത്ത് പറയും സ്വർഗത്ത് പ്രവേശിക്കൂല. അപ്പം അത് കുഫറാണോ? നേരത്തെ ആദ്യം നമ്മൾ ആമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നു, വൻപാപങ്ങളൊക്കെ ഈ തരത്തിലാണ്, വളരെ ശക്തമായ താക്കീത് എന്നുള്ള നിലയ്ക്കാണ് ഈ ഇത്തരം ഭാഷകളാണ് പ്രയോഗിക്കുക. മനസ്സിലായോ? അപ്പോൾ ഈമാൻ കൽബിൽ പ്രവേശിക്കൂല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരിപൂർണമായ ഈമാൻ ഉണ്ടാവൂല. പരിപൂർണമായ ഈമാൻ അല്ലെങ്കിൽ ഈമാൻ അതിൻ്റെ പൂർണ്ണതയോടുകൂടെ ഉണ്ടാവുകയില്ല. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്നത് സയുസീബു ഉമ്മത്തി ദാഉൽ ഉമം, മുമ്പ് കഴിഞ്ഞ സമൂഹങ്ങൾക്ക് ബാധിച്ച അതേ രോഗം എൻ്റെ ഉമ്മത്തിനെയും ബാധിക്കും എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നു. അതിൽ അവസാനം പറയുന്നു വത്തഹാസുദ്, പരസ്പരം അസൂയ വയ്ക്കുക. ഒരേ ഉമ്മത്തിൽപ്പെട്ട മുസ്ലിമീങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ വയ്ക്കുക, പരസ്പരം മറ്റൊരാളുടെ അനുഗ്രഹം നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കുക. നമ്മൾ ശ്രദ്ധിക്കണം. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പോലെ പല പണ്ഡിതന്മാരും പറയൽ മാ ഖലാ ജസദും മിൻ ഹസദ്, ഒരു ശരീരവും ഹസദ് ഇല്ലാത്തതായിട്ടില്ല. മനുഷ്യന്റെ ഫിത്രത്തിനോട് അങ്ങേറ്റം ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ് എന്ത്? ഹസദ് എന്നുള്ളത്. അവന് കിട്ടാത്തൊരു അനുഗ്രഹം, ചിലപ്പോൾ അവൻ എത്രയോ കാലം കച്ചവടം തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായിട്ടുണ്ടാവും, ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് പണിയെടുത്തിട്ട് കിട്ടാത്ത ലാഭം 2 വർഷം മുമ്പ് വന്ന ഒരുത്തൻ അത്രയും വലിയ ഉയരത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇവന് സ്വാഭാവികമായിട്ടും എന്ത് വരും? ആ ഒരു ചിന്ത വരും, അവൻ എന്തുകൊണ്ട് എനിക്ക് കിട്ടാത്തത്, എന്തുകൊണ്ട് അവന് എന്ന ചിന്ത വരും. ആ ചിന്ത വരുമ്പോൾ തന്നെ ഇത് റബ്ബ് കണക്കാക്കിയതാണ് എന്ന മരുന്നുകൊണ്ട് നമ്മളതിനെ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ അവിടെ ഹസദ് മുളയ്ക്കും, ഹസദ് രൂപപ്പെട്ടു വരും. അപ്പം തന്നെ നമ്മൾ ബോധ്യം വരണം, ഇത് റബ്ബ് കൊടുത്താണ്, എനിക്ക് തരാതെ തടഞ്ഞത് റബ്ബാണ്, അവനത് എളുപ്പം കൊടുത്തുന്ന റബ്ബാണ്. റളീതു ബില്ലാഹി റബ്ബ്, ഞാൻ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടു. അങ്ങനെ തൃപ്തിപ്പെടാൻ പറ്റണം. അള്ളാഹു പറഞ്ഞു ലഹ്നു ഖസബ്ന ബൈനഹും മഈശത്തഹും, നാമാണ് എന്ത് ചെയ്തത്? അവർക്കിടയിൽ അവരുടെ മഈശത്ത് വീതം വെച്ചത്. ദരിദ്രനെ ദരിദ്രനാക്കി നിശ്ചയിച്ചു റബ്ബന്നെ, സമ്പത്തുള്ളവനെ നിശ്ചയിച്ചും ദരിദ്രന് അള്ളാഹു സുബ്ഹാനഹു തആല. ആരോഗ്യമുള്ളവനെ നിശ്ചയിച്ചത് അള്ളാഹു സുബ്ഹാനഹു തആല. രോഗമുള്ളവനെ നിശ്ചയിച്ച അള്ളാഹു സുബ്ഹാനഹു തആല. ഉയരമുള്ളവനെ നിശ്ചയിച്ചതും ഉയരമില്ല അതൊക്കെ എല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല. അതങ്ങനെ തന്നെ മനസ്സിലാക്കി അതിൽ തൃപ്തിപ്പെടാൻ സാധിക്കണം. അങ്ങനെ തന്നെ തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കണം. പിന്നെ അനുവദിക്കപ്പെട്ട ഹസദ് നമ്മൾ നേരത്തെ പറഞ്ഞു,
അവനെ പോലെ എനിക്കും കിട്ടണം, അവൻ്റെ നീങ്ങണമെന്നൊന്നും ഉദ്ദേശിക്കുന്നില്ല, അവനുണ്ടായിക്കോട്ടെ, പക്ഷെ എനിക്കും അതേപോലെ കിട്ടണം, അങ്ങനെ ആഗ്രഹിക്കാം. പ്രത്യേകിച്ച് 2 കാര്യം, ലാ ഹസദ ഇല്ലാ ഫിത്നത്ത്, 2 കാര്യങ്ങളിലല്ലാതെ ഇങ്ങനൊരു ചിന്ത നല്ലതല്ല, അല്ലെങ്കിൽ ഏറ്റവും പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തത്, ഇൽമ് കിട്ടിയ ഒരാൾ, അയാളുടെ ഇൽമ് കൊണ്ട് ധാരാളം അമലുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്, ജനങ്ങൾക്ക് ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അങ്ങനെ ഒരാൾ. അയാളെ പോലെ ഇൽമ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് അതുപോലെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാമായിരുന്നു, അമലുകൾ വർദ്ധിപ്പിക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്ത. രണ്ടാമത്തത്, ധാരാളം സമ്പത്ത് കിട്ടുകയും ആ സമ്പത്ത് അള്ളാഹു തൃപ്തിപ്പെടുന്ന വഴികളിൽ ധാരാളം ചെലവഴിക്കുകയും ചെയ്യുന്നവരാണ്. അയാളെപ്പോലെ സമ്പത്ത് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് അതുപോലെ ചെലവഴിക്കാമായിരുന്നു എന്ന് ചിന്തിക്കാം. ഇങ്ങനെ ചിന്തിക്കാം, എനിക്കും അതുപോലെ കിട്ടിയിരുന്നെങ്കിൽ എന്നിത്തരം കാര്യങ്ങൾ ചിന്തിക്കാം. പിന്നെ അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കണം, ഈ കിബർ അതിന് ഗൗരവം കൊണ്ട് പറയാണ്, വളരെ മനസ്സിൽ നിന്ന് പറിച്ചെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. വളരെയധികം കടുത്തൊരു രോഗമാണ് ഹസദ് എന്നുള്ളത്. അത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയാറുണ്ട്, അത്രയും ഇൽമുള്ള സമൂഹത്തിന് മാതൃകയാകേണ്ട ആളുകൾക്കിടയിൽ പോലും എന്ത് നിലനിൽക്കും? വളരെ ശക്തമായ ഹസദ് നിലനിൽക്കും. അത് നിലനിന്നിട്ടുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ പല പണ്ഡിതന്മാരും അവർ ഗ്രന്ഥങ്ങൾ എടുത്തു കൊടുക്കുന്ന കാണാം. നല്ല ഇൽമുള്ള വലിയ ഉലമാക്കളായിരിക്കും, പക്ഷെ അവർക്കിടയിൽ പോലും അതുണ്ടായേക്കാം. അത് വളരെ പേടിക്കേണ്ട വിഷയമാണ്, വളരെ പേടിക്കേണ്ട വിഷയമാണ്. ഉദാഹരണത്തിന്, ഒരാൾ ധാരാളം ദീൻ പഠിച്ചിട്ടുള്ള ഒരാളാണ്, മനസ്സിലാൻ വേണ്ടി പറയാം, കുറേ വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ട്, കുറേ കിതാബുകൾ വായിച്ചിട്ടുണ്ട്, ഒരുപാട് ഉലമാക്കളുടെ അടുക്കലേക്ക് സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷെ ഒരാൾ അയാളുടെ അത്രയൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. അയാളുടെ അത്രയൊന്നും ഇയാൾക്കറിയാം, എൻ്റെ അത്രയൊന്നും അവൻ പഠിച്ചിട്ടില്ല എന്നറിയാം. പക്ഷേ നാട്ടിൽ കൂടുതൽ പ്രശസ്തി, ഫേമസ് രണ്ടാമത്തവനാണ്, പഠിപ്പ് കുറവുള്ളവനാണ്, കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളതും ആളുകൾ കൂടുതൽ ദർസുകൾ പങ്കെടുക്കുന്നതൊക്കെ മറ്റവൻ്റെ രണ്ടാമത്തെ ആളുടെ. അപ്പോൾ ഇവൻ്റെ മനസ്സിൽ ഇതെന്താ ഇങ്ങനെ കൂടുതൽ, രണ്ടാമത്തെ ആൾക്കും അറിയാം ഇയാൾക്കാണ് കൂടുതൽ ഇൽമുള്ളത്, അവനും അറിയാം. ഇവന് തോന്നുകയാണ് ഇതെന്തെങ്ങനെ, അവൻ്റെ അടുക്കൽ കൂടുതൽ ആൾക്കാർ ദർസ് കേൾക്കാൻ പോകുന്നു. നമ്മൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ഹസദ് വന്നിട്ടുള്ള ചരിത്രമുണ്ട്, അങ്ങനെ ഹസദ് വന്നിട്ടുള്ള ചരിത്രമുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല, അത് ശരിയാവില്ല. അങ്ങനത്തെ ചരിത്രമുണ്ട്. എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ് പോലും അങ്ങനത്തെ ചരിത്രങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് അവർ നല്ല പണ്ഡിതന്മാരാണ്, നമ്മൾ ശ്രദ്ധിക്കണം, വളരെ നല്ല വലിയ ഉലമാക്കളാണ്, നല്ല നല്ല ആളുകളാണ്. പക്ഷേ മനുഷ്യന്റെ ഫിത്രത്തിൽ അത് പെട്ടെന്ന് ആ കറ പോവില്ല, പെട്ടെന്ന് ആ കാര്യം അത് മനസ്സിൽ നിന്ന് പറിച്ചെടുക്കാൻ കഴിയൂല. അങ്ങനത്തെ ഒരു കാര്യമാണത്. അത് വളരെയധികം പേടിക്കണം, വളരെയധികം പേടിക്കണം. ഞാൻ സംസാരിച്ചാലും അവൻ സംസാരിച്ചാലും എൻ്റെ ദർസിൽ കൂടുതൽ ആളൊന്നല്ല അവൻ്റെ ദർസ്, എങ്ങനെയായാലും ഹക്ക് ആളുകളിലേക്ക് എത്തിയാൽ മതി എന്ന ചിന്ത വരുമ്പോഴല്ലാതെ ഈ ഹസദിനെ നീക്കം ചെയ്യാൻ കഴിയില്ല. ഹസദ് ഇല്ലാത്ത ആളുകൾ എന്താ ചിന്തിക്കുക? അവൻ സംസാരിച്ചാലും ഞാൻ സംസാരിച്ചാലും എൻ്റെ ക്ലാസ്സിന് കൂടുതൽ ആൾ വന്നാലും അവൻ്റെ ക്ലാസ്സിന് കൂടുതൽ, ഇതൊന്നും അവനെ സംബന്ധിച്ചും ഞാൻ അവൻ എന്നുള്ളത് അവനൊരു വിഷയമേ അല്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഹക്ക് ആളുകളിലേക്ക് എത്തിയാൽ മതി, ശരിയായ മനഹജ് ആളുകളിലേക്ക് എത്തിയാൽ മതി, അവനത്രയേ ഉള്ളൂ. പക്ഷെ ഈ ചിന്ത മാറിക്കഴിഞ്ഞാൽ അവിടെ ഹസദ് വരും. എന്തെങ്കിലും ഒരു വേരിയേഷൻ വന്നാൽ അപ്പം ഹസദ് വരും. അതൊക്കെ ആഗ്രഹിക്കാം, അതൊക്കെ ആഗ്രഹിക്കാം, ഒന്നും പ്രശ്നമുള്ള കാര്യമില്ല. അത് ഈ പറഞ്ഞ പോലെ അവൻ്റെ ഇത് നീങ്ങിപ്പോകണം എന്ന് ചിന്തിക്കുന്നത് അത് ഹസദായിത്തീരും. പിന്നെ അടുത്ത വിഷയം കിബറാണ്. കിബറും ഇതേപോലെ വളരെ അപകടം പിടിച്ച വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിബറിനെ പറ്റി പറഞ്ഞത്, അൽ കിബറു ബത്തറുൽ ഹഖി വ ഗംതുൻ നാസ്, ഹക്കിനെ നിരാകരിക്കലും ജനങ്ങളെ നിസ്സാരമായിട്ട് കാണലും, അതാണ് കിബർ. എന്നുവെച്ചാൽ നമുക്ക് എന്ത് തോന്നുകയാണ്,
മറ്റുള്ളവരെക്കാൾ ഞാനൊരു പടി മുകളിലാണെന്ന് തോന്നാം. മറ്റുള്ളവരെക്കാൾ ഞാനൊരു പടി മുകളിലാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുക? അവനൊരു ഹക്ക് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യില്ല? പിന്നെ നീ ആരത് പറയാൻ? നീ ഇപ്പം ഇന്നലെ പഠിക്കാൻ തുടങ്ങി, ഞാനൊക്കെ എത്ര കാലം പഠിക്കും. ഈ ഒരു ചിന്ത വരും. മനസ്സിലായി? ഈ ഒരു ചിന്ത അത് വരും. അപ്പോൾ ഏതെങ്കിലും ഒരാൾ, സലഫുകളോട് പറയാറുണ്ട്, എന്താണ് കിബറില്ലായ്മ എന്നാൽ എന്താ, തവാദു വിനയം എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, നീ പുറത്തേക്ക് ഇറങ്ങാണ്, സുന്നത്തിന്റെ ആളുകൾക്കിടയിലേക്ക് എത്താണ്, എന്നിട്ട് നീ അവരിൽപ്പെട്ട ഒരാളെയും നിന്നേക്കാൾ പദവി കുറഞ്ഞവനായി നീ കാണുന്നില്ല. എല്ലാവരെയും നിന്നേക്കാൾ ദറജ കൂടിയവനായിട്ടേ നീ കാണുന്നുള്ളൂവെങ്കിൽ അതാണ് തവാദു. എല്ലാവരും നമ്മളെക്കാൾ പദവി കൂടുതലുള്ളവരാണ്. ഒരാളും എന്നെക്കാൾ ചെറുതല്ല, നിലവാരം കുറഞ്ഞവനല്ല എന്ന മെന്റാലിറ്റിയിലേക്ക് എത്തണം. അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ചിലപ്പോൾ റബ്ബിൻ്റെ അടുക്കൽ അങ്ങനെ ആയിരിക്കും, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഇപ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കലും ഞാനിവിടെ ഇരിക്കലും ആണ്, പക്ഷെ റബ്ബിൻ്റെ അടുക്കൽ എന്നെക്കാൾ ഉയരത്തിലിരിക്കുന്ന ആളുകൾ ആരൊക്കെ ഉണ്ടാവും ഈ ഇരിക്കുന്നവരിൽ നമുക്കറിയില്ല. അല്ലാഹു ആലം. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന് അങ്ങനെയാണ്. ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന് അങ്ങനെയാണ്. ചില ആളുകൾ ആരാലും അറിയപ്പെടാതെ, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ, ഒരു പരിഗണനയും നൽകപ്പെടാതെ ഉള്ള ചില ആളുകൾ റബ്ബിൻ്റെ അടുക്കൽ അവർക്കുള്ള സ്ഥാനം വളരെ വലുതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ചില ആളുകളുണ്ട്. നിങ്ങൾ കേട്ടില്ല ഇബ്നുൽ മുബാറക് റഹിമഹുള്ള സംഭവം? അദ്ദേഹം ഒരു നാട്ടിൽ വരൾച്ചയായിട്ട് ഒരുപാട് കാലമായിട്ട് പ്രയാസപ്പെടുന്ന ആളുകൾ. പലരും പല പ്രാവശ്യം മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം വെച്ചു, പലരും പ്രാർത്ഥിച്ചു, എന്നിട്ടൊന്നും മഴ വന്നില്ല. ഒരിക്കൽ ഇബ്നുൽ മുബാറക് റഹിമഹുള്ള എന്തോ തവാഫ് ചെയ്ത് ഇങ്ങനെ കടന്നു വരുന്ന സന്ദർഭത്തിൽ ഒരാൾ എന്ത് ചെയ്യണം, തവാഫ് ചെയ്ത് ഏതൊരു മസ്ജിദിനടുക്കൽ വെച്ചാണ് തോന്നുന്നു, കടന്നു വരുമ്പോൾ ഒരാൾ ദുആ ചെയ്യണം, അല്ലാഹുവേ നാട്ടുകാർക്ക് വരൾച്ച വളരെ കഠിനമായിട്ടുണ്ട്, നീ അവർക്ക് മഴ നൽകണമേ എന്ന് ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞതും അവിടെ മഴ പെയ്യാം. പിറ്റേ ദിവസം ഇയാൾ എന്നിട്ട് ഇബ്നുൽ മുബാറക് ഇയാൾ അറിയാതെ അയാൾ പോകുന്ന വഴിയൊക്കെ നോക്കി അയാളൊരു വീട്ടിലേക്ക് കയറിപ്പോയപ്പോൾ ആ വീട്ടിലൊരു അടയാളം വെച്ചു. എന്നിട്ട് പിറ്റേ ദിവസം വന്നിട്ട് നോക്കിയപ്പോൾ ആ വീട്ടുകാരനല്ല അത്. ആ വീട്ടുകാർക്ക് കുറേ അടിമകളുണ്ട്, 10-12 അടിമകളുണ്ട്. ആ അടിമകളിൽ ഏറ്റവും അയാൾ വില കുറച്ച് കണ്ടിരുന്ന, അയാൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് വിചാരിച്ചിരുന്നൊരു അടിമയാണ് ഇന്നലെ ഈ പ്രാർത്ഥിച്ച ആൾ. അപ്പം ആ അടിമ എന്ത് ചെയ്യും? ഇബ്നുൽ മുബാറക് വില കൊടുത്തു വാങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും? ഇയാളുടെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ അദ്ദേഹം ഈ അടിമ ചോദിക്കും, താങ്കൾ എന്തിനാണ് എന്നെ വിലയ്ക്ക് വാങ്ങിയത്? എന്നെ ആർക്കും ആവശ്യമില്ലാത്തതാണ്, എൻ്റെ യജമാനും പോലും എന്നെ വേണ്ട എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയും, ഇന്നലെ ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടു, താങ്കൾ റബ്ബിനോട് പ്രാർത്ഥിച്ചതും റബ്ബ് താങ്കളുടെ പ്രാർത്ഥന പെട്ടെന്ന് സ്വീകരിച്ചതും ഞാൻ കണ്ടു, അതുകൊണ്ടാണ് താങ്കളെ. ഇത് പറഞ്ഞു കഴിഞ്ഞത് അദ്ദേഹം വീണ്ടും കൈ ഉയർത്തി, റബ്ബേ ഞാനൊരിക്കലും പ്രശസ്തി ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പ്രശസ്തനാകുന്നതിന് മുമ്പ് നിന്റെ അടുക്കലേക്ക് എന്നെ നീ തിരിച്ചെടുക്കണമേ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് മരണപ്പെട്ടു. അപ്പം അങ്ങനെയുള്ള ആളുകൾ നമുക്കിടയിൽ ധാരാളം ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരാളെയും. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന ആളുകൾ തന്നെ നമ്മുടെ മുന്നിൽ വരുന്ന പോലെ ആകണമെന്നില്ല. മറ്റുള്ള മേഖലകളിൽ നമ്മൾ കാണാത്ത ഒരുപാട് എഫേർട്ടുകൾ, പരിശ്രമങ്ങൾ, ഖിദ്മത്തുകൾ ദീനിനോട് അവർ ചെയ്യുന്നുണ്ടാവും. നമ്മൾ ആരും എന്ത് ചെയ്യേണ്ടതില്ല, വില കുറച്ച് കാണേണ്ട, നിസ്സാരക്കാരായി കാണേണ്ടതില്ല, കണക്കാക്കേണ്ടതില്ല. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഒരാളുടെ ഹൃദയത്തിൽ ചെറിയൊരു അണുമണിത്തൂക്കമെങ്കിലും കിബറുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ധാരാളം ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്. ഞാൻ ചുരുക്കമാണ്, സമയം ഒരുപാടായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണെന്ത്, ഒരു മുസ്ലിമിനെ നിസാരനായി കണക്കാക്കുക, വില കുറച്ച് ഒന്നിനും കൊള്ളാത്തവനായി
കരുതുക എന്നുള്ളത് അത് വൻപാപങ്ങളിൽപ്പെട്ട കാര്യമാണ്. വിശ്വാസം പഠിപ്പിച്ചു ബിഹസ്ബി ഇംറിഇൻ മിനശ്ശർരി അൻ യഹ്ഖിറ അഖാഹുൽ മുസ്ലിം. ഒരു മനുഷ്യന് തിന്മയായി എന്തുമാത്രം മതി? തൻ്റെ സഹോദരനായ മുസ്ലിമിനെ നിസാരനായി കണക്കാക്കുക എന്നത് മാത്രം തിന്മയായി അവന് മതിയാകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണെന്ത്? ഈ സ്ത്രീകൾ പുരുഷന്മാരുമായിട്ടും പുരുഷന്മാർ സ്ത്രീകളുമായിട്ടും സാദൃശ്യപ്പെടുക. സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് പുരുഷന്മാർ ധരിക്കുകയോ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ആ രീതി സ്വീകരിക്കുകയോ ചെയ്താൽ ആളുകൾ ചോദിക്കും, നീ എന്താ പെണ്ണാണോ ചോദിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ പുരുഷന്മാർ എന്ത് ചെയ്യാൻ പാടില്ല? ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ തന്നെ സ്ത്രീകൾ നേരെ തിരിച്ചു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ, അതിൽ ഒരു ഭൂരിഭാഗം ആളുകളും ശാരീരികമായിട്ട് എന്നുവെച്ചാൽ ശരിക്കുള്ള ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഹുൻസ എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് ആണിൻ്റെയും പെണ്ണിൻ്റെയും എന്തുണ്ടാവും? ലൈംഗികാവയവും ഉണ്ടാവും. രണ്ട് ലൈംഗികാവയവും അവർക്കുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ഇന്ന് കാണുന്ന ട്രാൻസ്ജെൻഡേഴ്സിൽ വളരെ അപൂർവമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അവർക്ക് ഉണ്ടാകുന്ന സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങളാണ്. അവരുടെ സ്വഭാവത്തിനുണ്ടാകുന്ന വൈകല്യങ്ങളാണെന്ത്? ഈ ഇന്ന് കാണുന്ന ബാക്കിയുള്ള ആളുകളൊക്കെ അത്തരം ആളുകൾ. എല്ലാവരും റബ്ബ് ആ രൂപത്തിൽ സൃഷ്ടിച്ചൊന്നല്ല. വളരെ ചുരുക്കം ആളുകൾ അങ്ങനെയുള്ളവരുള്ളൂ. വളരെ ചുരുക്കം ആളുകളാണ് അങ്ങനെയുള്ളവരുള്ളൂ. ബാക്കിയൊക്കെ ഇത്തരം സ്വഭാവത്തിന് വൈകല്യങ്ങളും മറ്റു കാര്യങ്ങൾ കൊണ്ടും ഈ വളർത്തു ദോഷം കൊണ്ടൊക്കെ സംഭവിക്കുന്നതാണ്. ചെറുപ്പം തൊട്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അങ്ങനെ പടിപടിയായിട്ട് വരുന്ന. അപ്പം അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്തിട്ട് വൻപാപമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ഒരിക്കൽ എന്ത് ചെയ്തു? ഇതുപോലെ ഇങ്ങനത്തെ ഒരാൾ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? എന്ത് ചെയ്തു? അഖ്രിജൂഹും മിൻ ബുയൂത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്ന് അവരെ പുറത്താക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. പക്ഷെ നമ്മുടെ വീടുകളിൽ അവരെ താമസിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാരിൽ പലർക്കും അവരുടെ കൂട്ടുകാരായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു എന്ത് ചെയ്യും? വൈകല്യം ഇവരെയും ബാധിക്കും. വെച്ചാൽ രോഗമാണ് പടരുക, ആരോഗ്യമല്ല. അവരുടെ ആ വൈകല്യം എന്ത് ചെയ്യും? ബാധിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശ്രദ്ധിക്കാൻ പറഞ്ഞതും അവരെ നമ്മുടെ വീടുകളിൽ നിന്ന് പുറത്താക്കാൻ കൽപ്പിച്ചതും ഹദീസുകളിൽ കാണാം. മക്കളോ? വീട്ടിൽ നിന്ന് പുറത്താക്കണം. വീട്ടിൽ താമസിപ്പിക്കാൻ പാടില്ല. പിന്നുള്ള വിഷയം എന്നുള്ളത് വാക്ക് പാലിക്കാതിരിക്കുക അല്ലെങ്കിൽ കരാർ ലംഘിക്കുക എന്നുള്ള വിഷയമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കുകളുടെ ലക്ഷണമായി പഠിപ്പിച്ചെന്ന കാര്യമാണ്. വിശ്വാസം പഠിപ്പിച്ചെന്ന് എത്രത്തോളം? വലാ തഖുൻ മൻ ഖാനക്, നിന്നോട് വിശ്വാസവഞ്ചന കാണിക്കുന്നവനോട് പോലും നീ എന്ത് ചെയ്യരുത്? വിശ്വാസവഞ്ചന അവനോട് പോലും നീ എന്ത് ചെയ്യണം? നിന്റെ കരാർ പൂർത്തീകരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആവശ്യമില്ലാതെ മൃഗങ്ങളെ ദ്രോഹിക്കുക, അതിനെ കൊന്നുകളയുക എന്നുള്ളതൊക്കെ വൻപാപങ്ങൾപ്പെടുന്ന കാര്യം. നമ്മളിപ്പോൾ ഒരു ജീവി ഉപദ്രവിക്കാൻ വന്നു, ഇപ്പോൾ ഒരു വിഷപ്പാമ്പ് വീട്ടിൽ കടന്നു വന്നു, നമ്മളതിനെന്ത് ചെയ്തു? വീട്ടുകാർക്ക് പ്രയാസം ഏൽക്കാതിരിക്കാൻ വേണ്ടി കൊല്ലുന്നത്, അത് വേറെ വിഷയം. അതല്ലാതെ ഇപ്പോൾ ചില ആളുകളൊക്കെ പലപ്പോഴും മുസ്ലിമീങ്ങൾ പോലും ധാരാളം വ്യാപകമായിട്ടുള്ളൊരു പ്രവണതയാണ് എന്ത്? ഇപ്പോൾ നായയെ കണ്ടാൽ നായ നജിസാണ്, നായയുടെ ഉമിനീര് നജിസാണ് എന്നുള്ളത് കൊണ്ട് എവിടെന്നെങ്കിലും നായയെ കാണുമ്പോൾ ദൂരെ നിന്ന് എന്ത് ചെയ്യും? കല്ലൊക്കെ എടുത്ത് ഇവിടെ തന്നെ എറിയും. വെറുതെ ഒരാവശ്യമില്ല.
ഇവന് ആ നായ ഒരു ഉപദ്രവം ഉണ്ടാക്കാൻ പോയിട്ടില്ല. നായ എവിടെയോ ഏതൊക്കെയോ ഭാഗത്തൂടെ നടന്നു പോകുന്നതായിരിക്കും. അങ്ങനെ ചെയ്യരുത്, നമ്മൾ ശ്രദ്ധിക്കണം. നായക്ക് വിശന്ന് വലഞ്ഞ ദാഹിച്ചു വലഞ്ഞ നായക്ക് വെള്ളം കൊടുത്ത് സ്വർഗത്തിൽ പോയ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദാഹിച്ചു വലഞ്ഞ നായക്ക് വെള്ളം കൊടുത്ത് സ്വർഗത്തിൽ പോയ ആളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യരുത് ഒരിക്കലും. അതൊക്കെ പരമാവധി വേദനിപ്പിക്കാതെ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഏറ്റവും മാക്സിമം വേദനിപ്പിക്കാന്നൊക്കെ പറയുന്ന അങ്ങേയറ്റത്തെ വേറൊരു നിവൃത്തിയില്ലാതാകുമ്പോൾ മാത്രം ചെയ്യേണ്ട കാര്യങ്ങൾ. പാമ്പിനും അങ്ങനൊന്നുമില്ല. നമുക്ക് ഉപദ്രവകരമാകും എന്നുണ്ടെങ്കിൽ കൊല്ലാം. എങ്ങനെ? പാമ്പിനോടോ? അതുണ്ട്. പക്ഷെ അത് ചില പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് മദീനത്ത് മാത്രമാണ് അങ്ങനെ ഉള്ളത് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നത് മദീനത്ത് ഒരുപാട് ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അവർ എന്ത് ചെയ്യും? പല വീടുകളിലും പാമ്പിൻ്റെ രൂപത്തിൽ നിങ്ങൾ കണ്ടേക്കാം. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ കൊല്ലരുത്, അവരോട് 3 പ്രാവശ്യം പോകാൻ കൽപ്പിക്കണം. 3 പ്രാവശ്യം എന്ന് ചില ഹദീസിലുണ്ട്, 3 ദിവസം എന്ന് ചില ഹദീസിലുണ്ട്. അത് മദീനത്ത് മാത്രമാണെന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരാണ് അല്ലാഹു അലം ഭൂരിഭാഗം കണ്ടിട്ടുള്ളത്. കൊല്ലാൻ പറഞ്ഞത് പല്ലി. അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണത്തിന് ആവശ്യമാണ്, ഭക്ഷിക്കാൻ ആടിനെ അറുക്കേണ്ടതുണ്ട്, അറുക്കാം, പ്രശ്നമില്ല. അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഇതൊന്നും അല്ലാതെ വെറുതെ ആണ് കൊന്നു തീർക്കാം. നിങ്ങൾക്കറിയോ എത്രയോ നാടുകളിൽ പല ആളുകളും രാജ്യക്കാരും അവിടെ കടന്നു കയറി അവിടുത്തെ ഭരണം പിടിച്ചെടുത്തപ്പോൾ ഒരുപാട് ജീവികളും കാര്യങ്ങളൊക്കെ ഉള്ള നാട്, ഇവരുടെ വിനോദം എന്ന് പറഞ്ഞാൽ നായാട്ടാണ്. തോക്കെടുക്കുക, രാവിലെ ഇറങ്ങുക, വൈകുന്നേരം വരെ ഇവർക്ക് കഴിക്കാനോ എന്തെങ്കിലും ഉപയോഗിക്കാനോ വേണ്ടിയിട്ടല്ല, ഒരു രസം, ഒരു ഹരം. അങ്ങനെ പോവാ, വെടിവെക്കുക, ഒന്നിനെ കൊല്ലുക, അടുത്തത് പോവാ, വെടിവെക്കുക, അങ്ങനെ കൊല്ലുക. അങ്ങനെ കൊല്ലുന്നതാണ് ഇവിടെ വൻപാപമായി പഠിപ്പിക്കപ്പെട്ട കാര്യം. വൻപാപമായി പഠിപ്പിക്കപ്പെട്ട കാര്യം. അത് ജാഹിലിയ കാലത്തിൽ മൃഗങ്ങളെ തിരിച്ചറിയാൻ മുഖത്തും മുതുകിലൊക്കെ ഇരുമ്പ് പഴിപ്പിച്ച് ചൂട് വയ്ക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിനെപ്പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായി എന്ത് ചെയ്തിട്ടുണ്ട്? ആക്ഷേപിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇങ്ങനെ ചൂട് വയ്ക്കുന്നവരെ ഞാൻ ശപിച്ച വാർത്ത നിങ്ങൾ അറിഞ്ഞിട്ടില്ലയോ എന്ന് അയാളോട് പറയുന്നുണ്ട്, അതിൻ്റെ ഉടമസ്ഥനോട്. ഇങ്ങനെ ചൂട് വയ്ക്കുന്ന, ചൂട് പിടിപ്പിച്ച് എന്ന് വെച്ചാൽ നമ്മൾ ആലോചിക്കുക, കമ്പി പഴിപ്പിച്ചിട്ട് ആ മൃഗത്തിൻ്റെ മുഖത്ത് വയ്ക്കുക, എന്നിട്ടൊരു പ്രത്യേക ഷേപ്പ് വരയ്ക്കുക. നമ്മൾ ചോക്ക് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പേന കൊണ്ടോ എഴുതുന്നത് പോലെ കമ്പി പഴിപ്പിച്ചിട്ട് തോല് എന്ത് ചെയ്യുക? ഉരുക്കിയിട്ട് അടയാളം ഉണ്ടാക്കുക. എന്നുവെച്ചാൽ ഇത് ഇയാളുടെ ഒട്ടകമാണെന്ന് അറിയാൻ, തിരിച്ചറിയാൻ വേണ്ടി. അങ്ങനെയുള്ള സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഇങ്ങനെയുള്ളവരെ ശപിച്ചത് നീ അറിഞ്ഞിട്ടില്ലയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം? ആരോട് പറയാം. വളരെ എന്താ പറയുക, ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതൊക്കെ പ്രയാസം ഉണ്ടെങ്കിൽ, ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ കൊല്ലാം, പ്രശ്നമൊന്നുമില്ല. നമുക്ക് വീട്ടുകാർക്കത് എന്താ പറയുക, അപകടം ഉണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൊല്ലാം, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഷെറുകൾ പേടിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്കതിലേക്ക് ആവശ്യമുണ്ട്, അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ എന്ത് ചെയ്യാം? കൊല്ലാം. എന്നല്ലാതെ വെറുതെ ഒരാവശ്യമില്ലാതെ ഉപദ്രവിക്കാൻ വേണ്ടി കൊല്ലുക എന്നുള്ളത് ശരിയല്ല. അത് വൻപാപങ്ങൾ പെടുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ചൂതാട്ടം, അത് ലോട്ടറി പോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നുവെച്ചാൽ നമ്മൾക്ക് കൊടുത്താൽ കുറച്ച് നഷ്ടം വരുള്ളൂ, പക്ഷെ കിട്ടിയ വലിയ ലാഭമായിരിക്കും. കിട്ടിയാൽ വലിയ ലാഭമായിരിക്കും. അങ്ങനത്തെ കളികൾ അല്ലെങ്കിൽ കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ പണ്ട് കാലങ്ങളിൽ മുച്ചീട്ട് കളികളാണ്. അതിൻ്റെ ഓൺലൈൻ വേർഷനുകൾ ഇപ്പം ഉണ്ട്, ആപ്പുകളും വെബ്സൈറ്റുകളിലൊക്കെ. എന്താ റമ്മി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകൾ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്താ പറയുക, ഈ
എന്താ പറയുക, ഒരു ഭാഗ്യവുമായി ബന്ധപ്പെട്ട് എന്ന് വെച്ചാൽ എന്താ പറയുക, ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടൂല. അതൊരാളുടെ കഴിവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമൊന്നുമല്ല. ഇതിപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യമൊക്കെ അതങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതവർ കളിച്ച് ജയിക്കാന്നുള്ള വിഷയമാണ്. ഇത് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, ഒരു ലോട്ടറി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ. ഒരു 100 രൂപ വെച്ചിട്ട് ഒരാൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആൾക്ക് എത്ര കിട്ടുക? ലക്ഷങ്ങളെ കിട്ടുക. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ എന്താ പറയുക, വലിയ ലാഭം ഒരാൾക്ക് കിട്ടുകയും ബാക്കിയുള്ളവർക്കൊക്കെ നഷ്ടം സംഭവിക്കുകയും ചെയ്യാം. വലിയ ലാഭം ഒരാൾക്ക് കിട്ടുകയും ബാക്കിയുള്ളവർക്കൊക്കെ നഷ്ടം സംഭവിക്കുകയും ചെയ്യുന്ന അങ്ങനത്തെ ഒരുപാട് രീതികളുണ്ട്. അതാണ് ഈ ഒരു ചൂതാട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത് അവരുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അല്ലാഹു അലം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പല കാര്യങ്ങളും ചുരുക്കി പറഞ്ഞ് പലരും വേഗത്തിൽ അവസാനിപ്പിച്ചാണ്. അവസാനമായിട്ട് വരുന്ന വിഷയം എന്നുള്ളത് രൂപമുണ്ടാക്കുക എന്നുള്ളതാണ്. രൂപം ഉണ്ടാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ? അശദ്ദുന്നാസി അദാബൻ യൗമുൽ ഖിയാമത്തി അൽ മുസവ്വിരീൻ. ഖിയാമത്ത് നാളിൽ ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കപ്പെടുക ആർക്കാണ്? രൂപമുണ്ടാക്കുന്ന ആളുകൾക്ക്. രൂപമുണ്ടാക്കുന്ന ആളുകൾക്കാണ്. അപ്പോൾ രൂപമുണ്ടാക്കുക എന്നുള്ളത് വളരെയധികം ശക്തമായി വിമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. രൂപമുണ്ടാക്കുന്ന ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു എന്ത് ചെയ്യും? അവരുണ്ടാക്കിയ രൂപങ്ങൾക്ക് റൂഹിട്ട് കൊടുക്കാൻ കൽപ്പിക്കും. അവർക്കത് റൂഹിട്ട് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ രൂപമുണ്ടാക്കുക എന്നുള്ളത് അത് പലപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഷെൽഫുകളിൽ മുൻപിൽ എന്തുണ്ടാവും? ഷോക്കേസിൽ പല രൂപങ്ങളുണ്ടാവും. ചിലപ്പോൾ പാവകളായിരിക്കും, ചിലപ്പോൾ മറ്റെന്തെങ്കിലും രൂപമുള്ള ട്രോഫികളായിരിക്കും, മറ്റു പല കാര്യങ്ങളും പല വീടുകളിലും കാണാറുണ്ട്, മുൻപിൽ കയറി ചെല്ലുന്ന ഭാഗത്ത് തന്നെ. അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. നമ്മൾ കളിപ്പാട്ടങ്ങൾക്ക് ഇളവ് നൽകപ്പെട്ടിട്ടുണ്ട് ചെറിയ കുട്ടികളാണെങ്കിൽ. പക്ഷെ ആ കളിപ്പാട്ടങ്ങൾ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യണം? നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ അത് ഒരു മൂലക്കിടണം, എടുത്ത് ഉള്ളിലേക്ക് വെക്കണം. പുറത്തേക്ക് പ്രദർശിപ്പിക്കാൻ പാടില്ല. അത് അത്യാവശ്യം കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് എന്ത് ചെയ്യണം? എവിടെയെങ്കിലും എടുത്ത് വെക്കുകയോ അത് മറച്ചു വെക്കുകയോ ചെയ്യണം. അതേപോലെ തന്നെ ഈ രൂപമുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പല ആളുകൾ രൂപമുണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതിൽ വന്നിട്ടുള്ള ഹദീസുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ആയിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കാറുണ്ട്. ഈ ഹദീസ് ഇട്ടിട്ട് എന്ത് ചെയ്യും? ഫോട്ടോ എടുക്കുന്നവനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, വീഡിയോ എടുക്കുന്നവനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് സംസാരിക്കാറുണ്ട്. ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും രൂപമുണ്ടാക്കുന്നതിൽ പെടുന്നതാണ്, ഹറാമാണ് എന്ന് പറഞ്ഞ പ്രമുഖരായ പണ്ഡിതന്മാർ, ഉദാഹരണം ഇബ്നു ബാസ് റഹിമഹുല്ല, അതുപോലെ തന്നെ അൽബാനി റഹിമഹുല്ല, ഇങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ നിരുപാധികം അത് ഹറാമാണ് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫി എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പോലും നമ്മൾക്ക് എന്ത് ചെയ്യാം? ദഅവത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യാനോ ഖുതുബ റെക്കോർഡ് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കാം എന്ന അഭിപ്രായം പറഞ്ഞവരാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അല്ലാഹു അല അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഏറ്റവും സൂക്ഷ്മമായ നിലപാടെന്ന് പറഞ്ഞാൽ നമുക്കെന്തെങ്കിലും ഹാജത്തുകളോ മസ്ലഹത്തുകളോ ഉണ്ടെങ്കിൽ, നമുക്കെന്തെങ്കിലും ആവശ്യമുണ്ട്, ID കാർഡ് എടുക്കാനോ പാസ്പോർട്ട് എടുക്കാനോ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മസ്ലഹത്തുണ്ട്, നമ്മുടെ ഹക്ക് ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കാൻ, കൂടുതൽ ആളുകൾ അത് ഹക്കിലേക്ക് കടന്നു വരാൻ, ഇങ്ങനെയുള്ള മസ്ലഹത്തുകളൊക്കെ കണക്കാക്കി ഒരാൾ എന്ത് ചെയ്യണം? ഫോട്ടോയോ വീഡിയോ എടുക്കുകയാണെങ്കിൽ അതിൽ ഒതുക്കി നിർത്താൻ ശ്രദ്ധിക്കുക.
ചില ആളുകൾ പരമാവധി ഒരുപാട് ഇങ്ങനെ ഫോട്ടോയും വീഡിയോയും പ്രത്യേകിച്ചൊരു കാര്യമില്ലാതെ ഒരു സ്ഥലത്ത് പോയാൽ അവിടെ പോയൊരു ഫോട്ടോ, ഒരു സാധനം കഴിച്ചാൽ അതിനൊരു ഫോട്ടോ, ബാത്റൂമിൽ പോയ ഫോട്ടോ, കുളിച്ച ഫോട്ടോ, നടന്ന ഫോട്ടോ, ഇരുന്ന ഫോട്ടോ, അതൊന്നും ഒരിക്കലും ശരിയല്ല. അത്ര നല്ല കാര്യമല്ല. അത് ഫോട്ടോ എടുക്കുന്ന അല്ല മാത്രമല്ല, അതിൽ വേറൊരുപാട് സൈക്കോളജിക്കലായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ ഒരു ഇഖ്ലാസിനൊക്കെ അത് എന്ത് ചെയ്യും, കാര്യമായി അത് ബാധിക്കും. അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു സൈക്കോളജിക്കൽ ഡിസോർഡറായിട്ട് പണ്ഡിതന്മാർ അതിനെന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക. അതൊരിക്കലും നല്ലതല്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക, അത് തർക്കമില്ലാത്ത കാര്യം. എന്തെങ്കിലും ദഅവത്തിൻ്റെ ദീനിൻ്റെ മസ്ലഹത്തുകൾ ഉണ്ടെങ്കിൽ എടുക്കുക, ഖലാസ്. അതിലൊതുക്കി നിർത്താൻ ഇതെൻ്റെ വ്യക്തിപരമായ നസീഹത്താണ്. അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലത് നിരുപാധികം ഹലാലാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇപ്പോൾ ഷെയ്ഖ് സാലിഹ് അൽ ലുഹൈദാന പല പണ്ഡിതന്മാരും പറഞ്ഞത് തസ്വീർ എന്നുള്ളത് ഒരു രൂപത്തെ ക്രിയേറ്റ് ചെയ്യലാണ്. ഇല്ലാത്തൊരു രൂപത്തെ നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കണം, ക്രിയേറ്റ് ചെയ്യാന്ന് പറയും ഇംഗ്ലീഷിൽ. ഒരു പുതിയ രൂപത്തെ നമ്മൾ ഉണ്ടാക്കുകയാണ്. നമ്മൾ ഫോട്ടോയും വീഡിയോ എടുക്കുമ്പോൾ എന്തുണ്ടാവുന്നില്ല, ഒരു പുതിയ രൂപത്തെ നമ്മൾ ഉണ്ടാക്കുന്നില്ല. ഉള്ള രൂപത്തെ നമ്മൾ എന്ത് ചെയ്യണം, പകർത്തി വെക്കുന്നതേ ഉള്ളൂ, ക്യാപ്ചർ ചെയ്യുന്നതേ ഉള്ളൂ. അവിടെ പുതിയ രൂപത്തെ ഉണ്ടാക്കുന്നില്ല. നമ്മൾ വെള്ളത്തിൽ നോക്കുന്ന പോലെ, കണ്ണാടിയിൽ നോക്കുന്നത് പോലെ ഉള്ളൂ എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. അല്ലാഹു അലം. സലഫി ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഇത്തരം മസാലകളിൽ നമ്മൾ പാലിക്കേണ്ട നിലപാട്, മര്യാദ. നമ്മൾ ഒരിക്കലും മറ്റേ നിലപാട് സ്വീകരിച്ച ആളെ വിമർശിക്കാനോ നീ ഹറാമ് ചെയ്തു, ഹറാമ് കൊണ്ട് ദഅവത്ത് നടത്തി എന്ന രൂപത്തിൽ ആക്ഷേപിക്കുക, അതൊന്നും ശരിയല്ല. എടുക്കുന്നവരെടുത്തോട്ടെ, എടുക്കാതിരിത്തോട്ടെ. പക്ഷേ വ്യക്തിപരമായി വിഷയം പഠിച്ച വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ ഈ വിഷയത്തിൽ പഠിച്ചു മനസ്സിലാക്കിയതിൻ്റെ ആകത്തുക പരമാവധി വിട്ടു നിൽക്കുന്നതാണ് ഖൈർ. പരമാവധി വിട്ടു നിൽക്കുന്നതാണ് ഖൈർ. അത്രയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്തോ. അത് ദുനിയാവിൻ്റെ മസ്ലഹത്തുകളാണെങ്കിലും ദീനിൻ്റെ ദഅവത്തിൻ്റെ മസ്ലഹത്തുകളാണെങ്കിലും നിങ്ങൾക്ക് മസ്ലഹത്ത് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തോ. അതല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടു നിൽക്കാം. അതല്ലാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ പരമാവധി വിട്ടു നിൽക്കുക. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഇരുത്തം അവൻ്റെ അടുക്കൽ ഉപകരിക്കുന്ന, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി അമലാക്കാൻ പറ്റുന്ന, അങ്ങനെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വൻപാപങ്ങൾ ഒഴിവാക്കുന്നവർക്ക് കിട്ടുന്ന ആ വലിയ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ ഉപകരിക്കുന്ന ഒരു സംസാരമാക്കി, ഇരുത്തമാക്കി റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരിൽ നിന്നും ഇത് സ്വീകരിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ബാറകല്ലാഹു ഫീക്കും ജമീഅൻ.